ഒരുത്തൻ ഓടി സങ്കേത നഗരിയിലേക്ക് കയറിയപ്പോൾ അവൻ ദൈവത്തെ കാണുന്ന അവന്റെ സങ്കേതമെന്ന്. ഹല്ലേലൂയ. The Lord is our refuge. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തന് ആമേൻ ഹല്ലേലൂയ മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ, പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ അവൻ വിളിച്ചു, ഇവൻ എന്റെ പർവ്വതമാകുന്നു. Praise God. Someone went up to the mountain, he said, the Lord is my rock. വേറൊരുത്തൻ പറഞ്ഞു, അവനെ ഒരു ഇടുക്കിനകത്ത് കയറിയിരുന്നപ്പോൾ അവൻ പറഞ്ഞു, കർത്താവിന്റെ ദുർഗമാണെന്ന് പറഞ്ഞു. When he went into the cleft of the rock, he said, the Lord is my refuge. എങ്ങനെയാണ് നീ ദൈവത്തെ തിരിച്ചറിയുന്നത്? നിന്റെ ആവശ്യങ്ങളിൽ അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതാകുന്നു നീ ഈ വിളിക്കുന്ന ദൈവം. The way the Lord intervenes in your trouble is the God whom you Praise the Lord. Hallelujah. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ആമേൻ ധന്യതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഹല്ലേലൂയ. കുറച്ച് സമയം മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തയ്യാറാണോ പിടിച്ചെടുക്കാൻ? Are you ready to receive this morning? ഹല്ലേലൂയ. എത്ര പേര് തയ്യാറോടെ ഇരിക്കുന്നു? How many of you are ready? പറ പാസ്റ്ററേ, പറ, ഞാൻ പിടിക്കാൻ തയ്യാറാണ്. Tell me, Pastor, I'm ready to receive. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം കീസ് ഓഫ് ഗ്രേസ്, കൃപയിലെ താക്കോലുകളെ കുറിച്ചാണ് പറയുന്നത്. Today I'm going to talk about the keys of grace. നമുക്ക് അതിന് ആധാരമായിട്ട് ആദ്യം ഒരു ഭാഗം വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. Matthew 16, 18 and 19. ഹല്ലേലൂയ. വായിച്ചു കേൾക്കാം. നീ പത്രോസാകുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ക്ഷയിക്കുകയില്ല എന്ന് പറയുന്നു. 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അടുത്തത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ, അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. അവൻ ഈ ഇന്നത്തെ വചനത്തിനായിട്ട് കൈയെല്ലാം ഒന്ന് ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞു. Let your heart be open. നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഒന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ഒരു ഊഷ്മളതയോട് കൂടി ഇരുന്നേ, സ്നേഹത്തോട് കൂടി ഇരുന്നേ, ഒരു ആവശ്യബോധത്തോട് കൂടി ഇരുന്നേ. ഇന്ന് ചിലതും നിന്റെ മേൽ പെയ്തിറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. The Lord wants to rain something in my midst here this morning. So sit with the warmth in your heart, sit with an expectation this morning. ആമേൻ. ഒന്നാമത്തെ വാക്ക് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. വേഗത്തിൽ പറഞ്ഞ പെട്രോസ് എന്ന് പറഞ്ഞ ഫ്രാഗ്മെന്റ് ഓൺ സ്റ്റോൺ, പാറ കഷണങ്ങളാണെന്നാ പറഞ്ഞ. നീ പെട്രോസ് ആകുന്നു. എന്നാൽ ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ 2-3 തരത്തിൽ അതിനെടുക്കാം. എന്നാലും പറയുന്നത് ഇവനൊരു വെളിപ്പാടുണ്ടായിരുന്നു, പത്രോസിനൊരു വെളിപ്പാടുണ്ടായിരുന്നു. ആ വെളിപ്പാട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ആ വെളിപ്പാടിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നാ പറഞ്ഞത്. First verse says that you are Peter. Peter means fragments of stone, but Peter had a revelation that you are Christ, the Son of God, and then Jesus says, on this revelation I will build my church. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്ക് 19-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. മലയാളത്തിൽ അത് തെറ്റാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബഞ്ച് ഓഫ് കീസ് എന്ന് വെച്ചാൽ താക്കോലുകൾ തരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. In English is the right translation where it says, I will give you a keys or a bunch of keys to the kingdom of heaven. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഒന്നിലധികം താക്കോലുകൾ ഉള്ള ഒരു വെളിപ്പാടിന്റെ മേഖലയിലാണ് കർത്താവ് നമ്മളെ നിർത്താൻ ആഗ്രഹിക്കുന്നത്. Which means, oh, God has placed us in an area of revelation which has more than one key. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് 2 ആമേൻ ഹല്ലേലൂയ താക്കോലുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൃപയ്ക്കകത്തു നീ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട 2 താക്കോലുകൾ അതിനകത്തുണ്ട്. Therefore I would like to share with you about 2 important keys if you have stepped into grace. ആമേൻ ഹല്ലേലൂയ. താക്കോൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, അതിന്റെ അപ്പുറത്തൊരു വാതിലുണ്ട്. If there is a key, be sure that there is a door ahead of you. ആ വാതിൽ എന്താണ് കാണിക്കുന്നത്? വാതിൽ പണി തീർത്ത ഒരു കെട്ടിടത്തെ കാണിക്കുന്നതാ. Door denotes a building whose work is complete. Amen. Hallelujah. Door shows the work is finished. പ്രവൃത്തികൾ അവസാനിച്ചു എന്നുള്ളതാണ് ഈ വാതിലിനെ കാണിക്കുന്നത്. Door shows a work that is completed. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിനകത്തും പത്രോസിനെ ജയിലിൽ ഇട്ടു. എന്നാൽ പത്രോസിന്റെ കയ്യിൽ താക്കോല് ഉണ്ടെങ്കിലും അതിനെ അൺലോക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പത്രോസ് അവിടെ ആമേൻ ഹല്ലേലൂയ അതിനകത്തേക്ക് ഒരു ദൂതൻ വന്നിറങ്ങുകയാണ്. In Acts 4 and then 12 we read that
Peter was imprisoned. Although he had the keys, he couldn't operate it. Therefore, an angel comes and opens the door. ആമേൻ. അതുകൊണ്ട് എന്തോ ചെയ്തു? ദൂതൻ ഇറങ്ങി. An angel came down. നിനക്ക് പലതും അറിയാതിരിക്കുമ്പോഴും സ്വർഗം ചിലതിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ പർപ്പസ് നിന്നിൽ കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ. Although you don't know many things, God appoints angels so that certain work is completed in your life. അതുകൊണ്ടാണ് അവനോട് മത്തായി ആമേൻ ഹല്ലേലൂയ 16:19 പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലുണ്ട്, നീ ഇവിടെ തുറന്നാൽ ഞാൻ അവിടെ തുറക്കും, നീ ഇവിടെ പൂട്ടിയാൽ ഞാൻ അവിടെ പൂട്ടുമെന്നാ പറഞ്ഞത്. That's why the Lord said, I have given you the keys of the kingdom of heaven. Whatever you bind on earth will be bound in heaven. Whatever you lose on earth will be loosed in അതെന്തുവാ heaven. കാണിക്കുന്നത്? നിന്റെ ആത്മീയ അധികാരത്തെ, സ്പിരിച്വൽ അതോറിറ്റിയെ കാണിക്കുകയാണ്. നീ ഇവിടെ പറയുന്നത് സ്വർഗത്തിൽ സംഭവിച്ചിരിക്കും. That shows your spiritual authority. What you speak on the earth will be done in heaven. താക്കോലുള്ള പത്രോസിനെ പൂട്ടിയിട്ടാലും അതിനകത്ത് അവൻ കിടക്കത്തില്ല. If Peter has keys, even if you're going to imprison him, he's not going to stay in the prison. ഞാൻ ഇന്ന് ഒരു ദൂത് പോലെ പറയട്ടെ, താക്കോലുള്ള നിന്നെ പൂട്ടിയിടാൻ ഒന്നിനും കഴിയത്തില്ല എന്ന് നീ മനസ്സിലാക്കുക. I want to give you a message this morning that if you are holding the keys, nothing can bind you. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ വാതില് കടന്നതിനു ശേഷം മൂന്നാമത്തെ വാതില് തനിയെ തുറന്നത്, സ്വയമേ തുറന്നത്. In Acts chapter 12 we read that after they crossed the first guard and the second guard, the third gate was automatically ഹല്ലേലൂയ. നീ കൃപയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഒന്നും രണ്ടും വാതിൽ നിനക്ക് പ്രശ്നം പോലെ തോന്നിയാലും അതിനെ നീ തരണം ചെയ്താൽ മൂന്ന് തൊട്ടുള്ള സകലതും നിന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. If you were standing in grace, if you have crossed the first and second grace, third gate onwards, അവന്റെ മേൽ എഴുതിയിരിക്കുന്നത് നാളെ ഈ സമയത്ത് നീ മരിക്കുമെന്നാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, സ്വർഗം പറയും നാളെ ഈ സമയത്ത് നീ മരിക്കാനുള്ള വ്യക്തിയല്ല, നീ യേശുവിനെ വെളിയിൽ വന്ന് പ്രസംഗിക്കാനുള്ള വ്യക്തിയാ. if somebody had said that tomorrow you're going to die, you're not going to die. You're a man who has to preach about Christ. ആമേൻ ഹല്ലേലൂയ. നാളുകളായി നിന്നെ ചിലയിടത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്, നിന്റെ ബന്ധങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നിന്റെ വിശ്വാസത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആത്മീയ മുന്നേറ്റത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നിന്റെ ജോലികളെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നിന്റെ ബിസിനസിനെ പൂട്ടിയിട്ടിരിക്കുകയാണ്, നിന്റെ കുടുംബജീവിതത്തെ പൂട്ടിയിട്ട് ഇന്നെന്ന് പറയുന്ന ദിവസം കൃപയുടെ താക്കോൽ ഉപയോഗിച്ച് നീ പുറത്തു വരിക. Maybe for too long you have been chained in a prison spiritually, in your relationship, in your family, in your business, in your career. Today is the day you take the keys of grace and come out of it. ചർച്ചിനകത്തെ ബന്ധത്തെ പോലും നിന്നെ പൂട്ടിയിട്ട് കളഞ്ഞു. നീ ആരാധനയ്ക്ക് വന്ന ചർച്ചിൽ ബന്ധങ്ങളെ പൂട്ടിയിട്ട ആ പൂട്ടിനകത്ത് നീ പുറത്തിറങ്ങി വാ. Even in church some relationship has been bound, but now use the keys and come out of it. ഹല്ലേലൂയ. കൃപയുടെ താക്കോൽ കയ്യിലുണ്ടോ? നീ പുറത്തു വരണം. If you have the keys of grace, you must come out. രണ്ട് കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ താക്കോലുകളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. I want to primarily speak about two important. ഒന്നാമത്തെ താക്കോൽ കൃപയ്ക്കകത്ത്, കൃപയുടെ അകത്തുള്ള ഈ താക്കോൽ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. The first key will increase your faith. മനസ്സിലാകുന്നുണ്ടോ? നീ കൃപയ്ക്കകത്താണെങ്കിൽ നീ പോലും അറിയാതെ നിന്റെ അകത്ത് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന മേഖലയിലാണ് നിർത്തിയിരിക്കുന്നത്. If you are in grace without your knowledge, automatically your faith will be increased. ആമേൻ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കാണുന്നതെങ്കിലും എബ്രായരുടെ ലേഖനം 11-ാം അധ്യായത്തിനാണ് വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് 7-ാം വാക്യം ഒന്ന് വായിച്ചു നമുക്ക് കേൾക്കാം. Hebrews 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് എങ്ങനെ വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞ ബൈ ഫെയ്ത്ത്. ആമേൻ ഹല്ലേലൂയ. ബൈ ഫെയ്ത്ത്. By faith Noah did something that he had never seen before. ആമേൻ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ വിശ്വാസത്താൽ. By faith. വിശ്വാസത്താൽ. ഒന്ന് പറഞ്ഞേ വിശ്വാസത്താൽ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞേ വിശ്വാസത്താൽ. By faith. നീ വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്ന? കൃപയ്ക്കകത്ത് നിന്റെ വിശ്വാസം വർദ്ധിക്കണം. Faith is increased in grace. ആമേൻ ഹല്ലേലൂയ. ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ നീ വിശ്വാസത്തിൽ നടക്കും.
If you have recognized this in the spirit, you will walk in faith. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിനക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഇത് തിരിച്ചറിഞ്ഞാൽ നിന്റെ മുമ്പോട്ടുള്ള യാത്ര വിശ്വാസത്തിൽ തന്നെ ആയിരിക്കും. If you have recognized this in your spirit, the journey ahead will be by faith. നീ വിശ്വസിച്ച് നടക്കുമെന്നർത്ഥം. Which means you will believe and you will walk. നീ മനസ്സിലാക്കിയാൽ, ആത്മാവിൽ തിരിച്ചറിഞ്ഞാൽ നീ വിശ്വസിച്ചതാ നടക്കുന്നത്. If you have seen it in your spirit, അവിടെ you are walking by faith. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും. New relationships will come. പുതിയ തുടക്കങ്ങൾ കുറിക്കും. New beginnings. പുതിയ കരാറുകളിൽ നീ ഒപ്പുവെക്കും. New treaties you will sign. ഇന്ന് വിശ്വസിച്ചോ, ചില മറുപടികൾ നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. You are going to get ആമേൻ. ഹല്ലേലൂയ. new contracts. ഹല്ലേലൂയ. കൃപയ്ക്കകത്ത് നിന്റെ വിശ്വാസത്തിന്റെ താക്കോൽ തിരിച്ചാൽ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സകലതും പൂട്ടിക്കിടക്കുകയാണെങ്കിൽ, ആമേൻ, പുതിയത് നിനക്ക് വേണ്ടി തുറക്കപ്പെടും. By faith, if you are able to turn the keys of grace, certain things that were closed before you will be opened before you. രണ്ടാമത്തെ കാര്യമാണ്, ഈ പറയുന്ന കൃപയ്ക്കകത്തെ രണ്ടാമത്തെ താക്കോൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ മുന്നേറുന്ന നിന്റെ മുമ്പിൽ ധൈര്യമുണ്ടാകും. ധൈര്യം. Second key is that the one who is going by faith will have courage. ഒന്ന് പറഞ്ഞേ, ആ വാക്ക് പറഞ്ഞേ, കറേജ്, ധൈര്യം. ഒന്ന് ബൈ ഫെയ്ത്ത് ആണെങ്കിൽ then you will have courage to fulfill it. അത് ചെയ്തു തീർക്കാനുള്ള ധൈര്യം നിന്റെ അകത്തുണ്ടാകും. You will develop a courage in you to complete what you have started by faith. ആമേൻ. ഹല്ലേലൂയ. ധൈര്യം എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്ന് വരെ ആരും ചെയ്യാത്തത്. ഹലോ, കേട്ടെ, ധൈര്യം എന്താണെന്നറിയോ? പലരും ചെയ്തത് ചെയ്യാൻ ധൈര്യത്തിന്റെ ആവശ്യമില്ല. ഇതുവരെ ആരും ചെയ്യാത്തത് ചെയ്യാനുള്ള ഒരു ധൈര്യം. Courage means the confidence and the boldness to do something that no one has ever done before. എന്ന് പറഞ്ഞാൽ പുതിയത് ഏറ്റെടുക്കാനുള്ള ധൈര്യം. Which means to take up something new. ആമേൻ. അതൊക്കെ നടത്തിയെടുക്കുവാനുള്ള ഒരു ധൈര്യം. To take it up and complete it. അത് ഈ കൃപയ്ക്കകത്തുണ്ടെന്ന്. That is available in grace. ഹല്ലേലൂയ. Hallelujah. അർത്ഥമാക്കുന്നത് വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ അതിനോട് ചേർന്ന് അടുത്തൊരു താക്കോൽ ഓപ്പറേറ്റഡ് ആകുകയാണ്. അതാണ് കറേജ്, ധൈര്യം. Which means if you take steps of faith, another area is going to open നിങ്ങൾ up before you. പഴയ നിയമം ശ്രദ്ധിക്കുമ്പോൾ പുരോഹിതന്മാരുടെ തോളേല പെട്ടകം ഇരിക്കുന്നെങ്കിലും നടത്തിക്കൊണ്ട് പോകുന്നതിന് യോശുവയാണ്. അവന്റെ അകത്തൊരു വിശ്വാസം കൂടാതെ അവന്റെ അകത്തൊരു കറേജ് ഉണ്ട്, ധൈര്യമുണ്ട്. അവൻ ഈ പെട്ടകവുമായി യോർദാൻ കുറുകെ ഓടുന്ന യോർദാനിലേക്ക് അവൻ കാലുകൾ വയ്ക്കുമ്പോൾ അത് രണ്ടായി മാറുമെന്ന് പറയുന്ന ആ കറേജ്. In the Old Testament, although the Ark of the Covenant are on the shoulders of the priest, there is great courage in Joshua that when the Ark of the priest touch the river Jordan, it will part into two. മോശയാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ചെങ്കടൽ പിളർത്തുവാൻ ഈ വടിക്കകത്ത് ആമേൻ ശക്തിയുണ്ടെന്ന് വിശ്വസിച്ച ധൈര്യം. Although Moses was standing ahead, the courage that this rod can split the sea into two. പഴയ നിയമം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിനകത്ത് ഹല്ലേലൂയ ഒരുത്തനാണെങ്കിൽ സകലതും തീർന്നെന്ന് പറഞ്ഞായിരിക്കാം കിടക്കുന്നത്. അവിടെയാണ് ദൂതൻ ഇറങ്ങുന്നത്. If that's what the Old Testament says, in the New Testament somebody is saying everything is over, but the angel descends. ആ ഭാഗം വായിച്ചാൽ അപ്പോസ്തലപ്രവൃത്തിയിൽ 12-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ നേരിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തുണി അവന്റെ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് ആള് കിടന്ന് ഉറങ്ങി. If you read Acts 12, we read that Peter let loose his sandals and his clothes and he was sleeping. അവിടെയാണ് ദൂതൻ ഇറങ്ങിയിട്ട് അവന്റെ വിലാപ്പുറത്ത് തട്ടി. That's where the angel came down and patted at his back. കാരണം നീ വെളിപ്പാടുള്ള നീ ഉറങ്ങാനല്ല, പുതച്ചു കിടന്ന് ഉറങ്ങാനല്ല, നീ പുതച്ചു കിടക്കുവാനല്ല, നിന്റെ കയ്യിൽ ദൈവം പരിപ്പേൽപ്പിച്ച താക്കോല് നീ മറന്നു കാണും. ഇപ്പോൾ അത് ഉപയോഗിക്കുക. This is not the time for you to sleep. You might have forgotten about the keys God has given in your hands. Use the keys now. Rise up. എന്തോ പറയുന്നത്? എറൈസ്. വിലാപ്പുറത്ത് തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരുക. He patted at his side and said, "Arise." ചർച്ചിനകത്ത് വന്നിരുന്നിട്ട് ഉണരുക.
Come to the church and be awake. ആരാധനയിൽ ഇരുന്ന നീ ഉണർന്നിരിക്കണം. Be awake in worship. ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞാൽ ഉറങ്ങല്ലെന്നതിന്റെ അർത്ഥമല്ല, നീ ആരാണെന്ന് നിനക്ക് ബോധം വരണം. Be awake doesn't mean wake up from sleep. You must have an understanding. What are you actually carrying? നിന്റെ അകത്ത് നീ വഹിക്കുന്നത് എന്താണ്? ബോധം വരണം. You need to have the right understanding of what you are carrying in the inside of you. അതുകൊണ്ടാണ് ദൂതൻ വരുന്നത്. ദൂതൻ നിന്നെ ബോധവൽക്കരിക്കുകയാണ്. നിന്റെ മേൽ ഇരിക്കുന്ന അധികാരത്തെ നീ മറന്നു പോകരുത്, എഴുന്നേൽക്കുക. That's why the angel come and reminds Peter, don't forget the authority that is vested in you. ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ബോധ്യം നീ ആക്ടിവേറ്റ് ചെയ്യണം. You need to have the right understanding of faith and courage and activate it. നമ്മുടെ അകത്ത് കൃപയാൽ ഇതൊക്കെ തന്നിരിക്കുകയാണ്. നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പിന്നെയും ദൂതനാണ് പറയുന്നത്, ദൂതാണ് ഈ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ദൂത് വഹിച്ച ദൂതനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ now you arise. The angel comes and says, if you believe it is the angel who's come to you and given this message, now arise. വെളിപ്പാട് പുസ്തകത്തിനകത്ത് സഭയുടെ ദൂതൻ എഴുതിയ പറഞ്ഞ മെസ്സഞ്ചർ ഓഫ് ദ ചർച്ച് ആണ്. സഭയ്ക്കകത്ത് ദൂത് പറയുന്നവന്റെ പേരാ ദൂതൻ. In the Revelation we read the message to the messenger of the church or the angel. That means the one who is speaking in the church is the ലവോദിക്ക messenger. സഭയുടെ ദൂതൻ എഴുതുകയെന്ന് പറഞ്ഞത് ലവോദിക്ക സഭയ്ക്ക് എഴുതാനല്ല പറഞ്ഞത്. ലവോദിക്ക സഭയുടെ, സിർദി സഭയുടെ, ആമേൻ, ഓരോ സഭയുടെയും മെസ്സഞ്ചർ ആരാണ്, ആ സഭയുടെ ദൂത് വഹിച്ച് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ എഴുതാനായി പറഞ്ഞത്. All these things were written to the messenger of Laodicea church and so on, which means the person who speaks in the church, this message goes. നമ്മുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ചിറകൊണ്ടോന്നാ നോക്കുന്നത്, Angel doesn't ശോഭയുണ്ടോന്നോ നോക്കുന്നത്, വെളുത്താന്നോ ഇരിക്കുന്ന, ഇങ്ങനെ പ്രകാശമുണ്ട്, അല്ലല്ല. ഈ പറയുന്ന ദൂതിനകത്ത് നിന്റെ ആമൻ പല കാര്യങ്ങളും കെട്ടിക്കിടക്കുന്നതിനെ അൺലോക്ക് ചെയ്യുവാൻ, തുറക്കുവാനുള്ള ശക്തിയുണ്ട്. Within this message is the power to unlock certain things that are bound in എത്ര പേര് രാവിലെ, എത്ര പേര് അത് പിടിച്ചെടുക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? നിന്റെ അകത്തുള്ള അഭിഷേകത്തിന്റെ താക്കോലിനെ നീ ഒന്ന് തിരിച്ചാൽ, അവൻ നിന്റെ അകത്ത് വന്നിരിക്കുന്ന കൃപയുടെ താക്കോലിനെ നീ ഒന്ന് തിരിച്ചാൽ, നിന്റെ അകത്ത് വന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ താക്കോലിനെ നീ ഒന്ന് തിരിച്ചാൽ, നിന്റെ അകത്ത് വന്ന ധൈര്യത്തെ നീ ഒന്ന് ഉപയോഗിച്ചാൽ പൂട്ടിക്കിടക്കുന്നത് തുറക്കും. If you can use the keys that have come into you, the one that has been locked will be opened before you. ആമേൻ, ഹല്ലേലൂയ. എബ്രായർ 11:7 കണ്ടില്ലേ? ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്താൽ, ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. Hebrews 11 talks about by faith. നിങ്ങൾ നോക്കി, ഓരോരുത്തരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ. For every person it is written by faith, by faith. 11:7 എഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ നോഹ. By faith Noah. എന്ന് പറഞ്ഞ അന്ന് വരെ കാണാത്ത മഴയാണ്. Which means the rain that no one had അത് ever seen before. നോഹയുടെ കാലത്താ പെയ്യുന്നെന്ന് അന്ന് വരെ അറിയാത്തൊരു കാര്യം ഉണ്ടാകിയ. Until then something is going to happen that had never happened. ഇന്ന് രാവിലെ ആഗ്രഹിക്കണം, ഇതുവരെ നടക്കാത്ത ദൈവപ്രവൃത്തി നീ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നടക്കണം. Things that have never happened before should happen in your ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ശീലിച്ചെന്ന് പറയില്ലല്ലോ. നിന്റെ ജീവിതത്തിനകത്ത് പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ കാലഘട്ടം മാറ്റുന്ന വ്യക്തിയായിട്ടിരിക്കണം. God wants to do new beginnings in your life. You should be a person who will change seasons. നമ്മൾ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണേ, മഴ പെയ്തതിന് ശേഷം അല്ല പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയത്. Remember, listen. Ark was not made after rain started. നിങ്ങൾ നോക്കിക്കേ, മഴയൊക്കെ പെയ്തു കഴിഞ്ഞതിന് ശേഷം പെട്ടകം ഉണ്ടാക്കിയാൽ നിന്റെ അകത്ത് ഒരു വിശ്വാസവുമില്ല. If the ark was made after rain came, there was no faith in you. പെട്ടകം ഉണ്ടാക്കി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്യുന്നത്. After many years the ark was made. എന്തോരം കളിയാക്കലുകൾ, എന്തോരം തിരസ്കരണങ്ങൾ ഈ മനുഷ്യൻ നേരിട്ടു. How many rejection. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നോഹ. That's why the author of Hebrews says by faith Noah. ഇന്ന് നീ ഓർത്തോണമേ, ഇന്ന് രാവിലെ ഇവിടെ നിന്ന് കേൾക്കുമ്പോ ദൈവം നിന്നോട് പറയുന്നത് നീ ചെയ്തു തുടങ്ങിക്കോ. ആമേൻ. ദൈവം ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും, അത് ഉറപ്പായ കാര്യമാണ്. That is why you must begin to do the things God has called you to do and asked you to do, and God will do the things that He wants to do. ഒരടയാളവും കാണാത്തപ്പോൾ, കാറ്റ് വീശാത്ത മഴക്കാറ് കാണാത്തപ്പോൾ വിശ്വാസത്തോടെ നീ പണി ആരംഭിച്ചോ, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കും. When you don't see a sign, And there was no sign.
If you begin the work without seeing any sign, God നോക്കിയ will do a കാര്യം miracle. സൈൻ എന്താന്ന് ചോദിച്ചാൽ നോഹയ്ക്ക് വരത്തില്ല. ഇന്നുവരെ കാർമേഘം കണ്ടിട്ടില്ല. No, I didn't see any sign of rain, but he began to walk. കാറ്റ് മഴക്കാർ അടിച്ചോണ്ട് വരുന്നൊന്നും അവൻ കണ്ടിട്ടില്ല. He has never seen a പക്ഷേ rain coming down. അവന് എവിടെ നിന്നാണ് ഈ ദൂത് വന്ന ഉറവിടത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ പറഞ്ഞതല്ലേ, ഞാൻ ആരംഭിക്കുകയാണ്. But then he heard the message of God and he said, you said it, I'm going to do it. See, I just want to explain this. ഇതെന്നാ ചോദിച്ചാൽ what is actually this key? കീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ unlocking God's purpose in your life. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങളെ തുറക്കുന്നതാണ് ഈ താക്കോൽ. What is this key? This key is about unlocking God's purposes in your life. ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടെന്ന്. God has certain purposes. ആ ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ കയ്യിലെ പരമേൽപ്പിച്ചിരിക്കുന്നത്, നീയാണ് അത് തുറക്കേണ്ട വ്യക്തി. God's purposes are handed over to you. You have to fulfill that. എന്താ ചെയ്യാനെന്ന് പറയാം, ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പരാജയം എന്ന് പറയുന്നത്. Our biggest failure is not able to understand God's purposes. എന്നാ ഒരുത്തൻ ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് വൻ വിജയമായിട്ട് മാറും. If someone has understood God's purpose, ഇന്ന് രാവിലെ ചിലത് അറിഞ്ഞുകൊണ്ട് നീ നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങളെ അൺലോക്ക് ചെയ്യണം. today recognizing that you must അത് ചെയ്യാനുള്ള വിസ്ഡം, അത് ആമേൻ ഉപയോഗിക്കാനുള്ള വിസ്ഡം, ജ്ഞാനം, വിവേകം ദൈവം തരും. to use it or to do it, God will grant you wisdom. നീ തുറന്നെടുക്കാൻ ദൈവം നിന്നെ അനുവദിക്കുമെന്ന്. God will give you wisdom to open it. ആമേൻ, ഹല്ലേലൂയ. അത് ശൗമേലിലൊക്കെ എഴുതിയിരിക്കുന്ന നീ ആളുമാറിയവനെ പോലെ തീരും. You will be as a different changed എടാ, person. പെട്ടകം പണിയുന്നവനെ നോക്കിക്കഴിഞ്ഞാൽ ഇവന് ആർക്കും ഇല്ലാത്ത എന്തൊരു കപ്പാസിറ്റി ആയത്. നിന്റെ ധൈര്യം കണ്ടിട്ട് ആൾക്കാർ അമ്പരന്ന് പോകും. People will be amazed to see your boldness. നിന്റെ ധൈര്യം കണ്ടിട്ട് ആൾക്കാർ അമ്പരക്കും. എല്ലാവരും നിനക്കെതിരായി നിൽക്കുമ്പോൾ നീ പറയുകയാണ്, ഞാനൊരു ദൈവ ശബ്ദം കേട്ടു, അതിന്റെ പിന്നാലെ കൂടിയ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അവൻ നീ വ്യത്യസ്തനാണ്. You are standing alone in a crowd saying that I heard the voice of God. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആള് മാറിയവനെ പോലെ ഇരിക്കണം, എനിക്ക് ആള് മാറിയവനെ പോലെ. അവൻ ചിലർ ചോദിക്കണം, എന്നാ നിനക്കൊരു വ്യത്യാസം, എന്നാണ് നിന്റെ ചിന്തകൾക്കൊരു വ്യത്യാസം. അവൻ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ഓടി ഒളിക്കുകയല്ല ചെയ്യുന്നത്, ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനാണ് അവൻ ധൈര്യം തരുന്നത്. God has given you courage to face it, not hide behind it. How many of you want to be like a person who is a different person, a changed person? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. We all have trouble in life. പ്രശ്നമല്ല നമ്മളെ നടത്തുന്നത് പ്രശ്നത്തിന്റെ പരിഹാരകനായിരിക്കുന്നവരാ. The one who leads us is the one who solves our problems. ഹല്ലേലൂയ. Hallelujah. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. Mark 14:13-14. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു. ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവന്റെ പിന്നാലെ ചെന്ന്, അവിടെ അടുത്ത് ആ വാക്ക് ശ്രദ്ധിച്ച്, അവന്റെ പിന്നാലെ ചെല്ലുക. എന്നിട്ട് അവൻ കടക്കുന്നിടത്തും ചെല്ലുമ്പോൾ എന്തോ കാണും, വിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു മാളിക കാണും. നിങ്ങൾക്ക് മനസ്സിലാകത്തോട്ടോ, നിങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. യേശു പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുത്തൻ നിങ്ങൾക്ക് എതിർപ്പെടും എന്ന് വെച്ചാൽ ഓപ്പോസിറ്റിൽ വരുന്നെന്ന്. Jesus sends out two of his disciples and said to them, go to the city, a man will meet you. ഒരു ദൂത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു വാക്ക് നിന്നോട് പറയട്ടെ. ആമേൻ. കർത്താവ് പറയുന്നത്, നീ വിശ്വാസത്തോടെ ചുവട് വെച്ചാൽ ശ്രദ്ധിക്കുക, ആരോ നിനക്ക് മുമ്പേ നിന്റെ പണി ആരംഭിച്ചിരിക്കുക. If you have taken a step of faith, someone has already begun. നീ കർത്താവിന്റെ വചനം കേട്ട് സ്റ്റെപ്പ് വെച്ചാൽ നിനക്ക് വേണ്ടി അതിനു മുമ്പേ ഒരുത്തനെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. God has already prepared somebody to complete that work. ആമേൻ. അവന് നിന്നെ അറിയാത്തവൻ, നിനക്കറിയാൻ വയ്യാത്തവൻ, നീ ആരാണെന്ന് ഒരു പിടിയും ഇല്ലാത്തവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. Someone you have no clue about will work for you. അവന്റെ പേര് പറയത്തില്ല, നിന്റെ പേര് പറയത്തില്ല, പരസ്പരം പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ ദൈവം നിനക്ക് മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. God has already prepared somebody to work for you. കുഞ്ഞെ ശ്രദ്ധിച്ച്, ഇതൊന്നും അറിയാതെ നീ കറങ്ങി നടക്കുക. നീ കറങ്ങി നടക്കുക, സ്ഥലം ചോദിച്ച് ഞാൻ എപ്പം രക്ഷപ്പെടും, ഞാൻ എങ്ങനെ രക്ഷപ്പെടും, എനിക്ക് ഒരു വഴിയുണ്ടോ ചോദിച്ച് നീ കറങ്ങി നടക്കുമ്പോൾ നീ ഓർത്തോണമേ, ദൈവം നിനക്ക് മുന്നമേ ഒരാളെ ഒരുക്കിയിട്ടുണ്ട്, ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അത് നിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുമ്പോഴും ദൈവം നിനക്ക് വേണ്ടി ആളെ ഒരുക്കിയിരിക്കുക.
God has prepared someone for you, not realizing this, you're wandering around. കാര്യം പെസഹയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഇവര് തിരക്കുന്നത്. They are searching for a place for their Passover. കർത്താവ് പക്ഷെ ഒരുക്കി വെച്ചിരിക്കുക സ്ഥലം. But God has already prepared the place. നീ അതറിയാതെ കറങ്ങി നടക്കുക. നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കി. ഞാൻ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പറയാം, നിനക്ക് വേണ്ടുന്നത് വിരിച്ചൊരുക്കിയവനാണിവൻ. God has already gotten a place ready for you. ഇന്ന് ആ ദൂത് ആരെങ്കിലും പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ആ പുറത്തു പോയ പിള്ളേരെല്ലാം അകത്ത് വിളിച്ച് കയറ്റി ഇരുത്തിക്ക്. ആമേൻ, ഈ സമയത്ത് ഇവർ ഇന്നും നെവർ അലൗ ദം ടു ഗോ ഔട്ട്. അവരെല്ലാം അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ് ജോസ് ബ്രദറെ എല്ലാത്തിനെയും ചെവിക്ക് പിടിച്ച് കയറ്റ എല്ലാത്തിനെയും. ആമേൻ, ഹല്ലേലൂയ. നീ കറങ്ങി നടക്കാനുള്ള വ്യക്തിയല്ല. ആമേൻ, ഹല്ലേലൂയ. പിള്ളേരെ സൗകര്യത്തിന് വിടാൻ ഒക്കത്തില്ല ഇതിനകത്ത്. ഹല്ലേലൂയ. എല്ലാവരും കേൾക്കണമെന്ന്. കാര്യം അവന്റെ അകത്ത് വിത്ത് വീഴട്ടെ. We want even the children to hear this message because even the seed has to fall into their hearts. കർത്താവ് ഒരുക്കിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. I'm talking about things God has prepared. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നീ കറങ്ങി നടക്കുക. ഇതൊന്നും അറിയാതെ നീ കറങ്ങി നടക്കുക. എന്ന് പറഞ്ഞേ കറങ്ങി നടക്കുക അല്ലേ? Not realizing you're wandering ഞാൻ around. ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നീ ഞാൻ ഒത്തിരി കറങ്ങി നടന്നതാ. I have once wandered around a lot. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോടാ ഞാൻ ഈ ദൂത് പറയുന്നത്. I'm talking to those people who are കാര്യം എന്നാ, കർത്താവ് നിന്നെ ഒരു എൻകൗണ്ടറിലേക്ക്, അവനോടൊരു ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുക. God wants to bring you to an encounter. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് കൃത്യമായിട്ട് അടയാളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുടം ചുമന്ന ഒരുത്തൻ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് വരുന്നത് നിങ്ങൾ കാണും. God has clearly given a sign that when you go out you വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നവനെ നിങ്ങൾ എതിർപ്പെടും, അവന്റെ പിന്നാലെ ചെല്ലാൻ. You will meet a man who is coming against you. മൊത്തം തൂത് ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നീ ആമേൻ, ഹല്ലേലൂയ, അവന്റെ പിന്നാലെ പോകണമെങ്കിൽ നീ 180 ഡിഗ്രിയിൽ തിരിയണം. I'm going to give you a message to someone here. If you have to go behind that man, you have to take 180 degrees. സൗകര്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ സൗകര്യത്തിലുള്ള യാത്രയല്ല. ദൈവത്തിന്റെ ആലോചന നിന്റെ മേൽ വരുമ്പോൾ നീ പലതിനെ വിട്ടിട്ട് 180 ഡിഗ്രിയിൽ തിരിച്ചാൽ അവൻ ഒരിക്കലും നീ ചെന്ന് കയറും. Right now you are traveling according to your convenience and according to your comfort, but if you follow the man turning 180 degrees, you will reach your destination. അർത്ഥം നീ യു-ടേൺ എടുക്കാൻ സമയമായെന്ന്, യു-ടേൺ എടുക്കണമെന്ന്. Which means it's time for a U-turn. കാര്യം നീ ചെല്ലേണ്ടിടത്തിലേക്ക് നീ തിരിഞ്ഞാലേ ഒക്കൂ. You have to turn to reach the place you are വന്ന വഴിയിൽ തന്നെ തിരിയണമെന്ന്. വന്ന വഴിയിൽ നീ തിരിയണമെന്ന്. The same place you went, you have to turn back. അർത്ഥം എന്താണെന്നറിയാമോ? നീ കുറെ ദൂരം മുമ്പോട്ട് വെറുതെ പോയി. Which means you have unnecessarily traveled ahead. എന്ന് പറഞ്ഞാൽ നിനക്ക് വെച്ചിരുന്നത് പോലും മിസ് ചെയ്തിട്ടാ നീ മുമ്പോട്ട് പോയ. നീ നഷ്ടമാക്കി മുമ്പോട്ട് പോവുക. You lost the things that were kept for you, but you've gone ahead unnecessarily. നിനക്കുള്ള ഇടം കഴിഞ്ഞിട്ട് നീ വെറുതെ മുമ്പോട്ട് പോകുക. You left the place where things were kept for you and you unnecessarily. എന്നാൽ ഞാൻ പറയട്ടെ, യേശു നിന്നെ തിരികെ അവിടെ എത്തിക്കുന്നവനാണ്. Jesus will bring you back to the place. ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാമത്തെ ആഴ്ചയിൽ 2025 വർഷത്തിൽ ആമേൻ, ഹല്ലേലൂയ, നിന്നെ വിളിക്കുകയാണ് വീണ്ടും. ഹല്ലേലൂയ. നിനക്ക് എതിർപ്പെട്ട് വന്ന് നിൽക്കുന്ന ഈ സന്ദേശത്തെ പിടിച്ചുകൊണ്ട് നീ എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചേരുക. This morning, catch the message, receive the message, and come back to the place where God wants you to be. Hallelujah. Hallelujah. നിനക്ക് മിസ്സായത് തിരികെ എത്തിക്കുന്നവൻ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിച്ചു. ഇതിനകത്തുണ്ട്. നിനക്ക് നഷ്ടമായത് ആമേൻ, ഹല്ലേലൂയ, അവിടേക്ക് നിന്നെ എത്തിക്കുന്നവൻ ഇതിനകത്തുണ്ടെന്ന്. Someone who is able to give you back what you lost is here in our midst this ഒത്തിരി morning. അവസരങ്ങൾ നഷ്ടമായി കാണുമായിരിക്കാം, പക്ഷെ ദൈവം പ്രവർത്തിക്കും. You might have lost many opportunities. ചിലരിരുന്ന് കരയും, എന്റെ അവസരം എല്ലാം പോയെന്ന് പറഞ്ഞ് കരയാനുള്ള സമയമല്ല, നീ ദൂത് കേൾക്കാനുള്ള സമയമാണ്. You might have lost many opportunities. This is not time to win. ചുമ്മാ വെറുതെ ചള്ളം പൊട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ നിന്റെ അവസരങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ചിലതിനെ അയക്കുന്നുണ്ട്. ആമേൻ. നീ ഒരു യു-ടേൺ എടുത്താൽ മതി. You take a U-turn. God is preparing someone to help you. നിങ്ങൾ ബെഥസ്ദ കുളക്കരയിൽ 38 വർഷമായി അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരുത്തൻ കിടക്കുക അവിടെ. At the pool of Bethesda, someone who was paralyzed for എത്രയോ 38 years was lying. എന്തുമാത്രം ശ്രമിച്ചിട്ടും നടക്കാതെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കിടക്കുക. അതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവർ ഇതിനകത്തിരിപ്പുണ്ട്.
He lost many opportunities. അവൻ നോക്കിയ over many ലൈഫ് years. ജീവിതം തകർന്നു പോയവനാ. 38 വർഷത്തെ കഥകൾ അവന് പറയാനുള്ളത്. He has a sad story to state about 38 ഞാനത് years. റിമൈൻഡ് ചെയ്ത് പറയട്ടെ, ഇന്ന് നിനക്ക് മിസ്സായതെല്ലാം ദൈവം ഒരു ചാൻസ് കൂടെ തരിക. നീ തിരിഞ്ഞു നടക്കണം, നീ തിരിഞ്ഞു നടക്കണം. ദൈവം അത് തരികയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. ഇതാ കർത്താവ് അതെല്ലാം ഒരുക്കിയിരിക്കുക. God is giving you a chance once again. You must turn back. This is your chance to walk back. തടസ്സങ്ങൾ ഉണ്ടാകും, ഇതിനകത്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകും. Obstacles will come your way. ആമേൻ. നിങ്ങൾ അബ്രഹാമിനെ ശ്രദ്ധിച്ച്, അബ്രഹാമിനെ നല്ല വിശ്വാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന അബ്രഹാമിനെ ശ്രദ്ധിച്ച്. പക്ഷെ അബ്രഹാം എന്നുള്ള പേരിന്റെ അർത്ഥം യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം ആത്മീയ അർത്ഥത്തിൽ നോക്കിയാൽ തടസ്സങ്ങളെ ഭേദിച്ചവനെന്നാ. Look at Abraham, who is called the father of faith. The real meaning of the word തടസ്സങ്ങളെ Abraham is the one who crossed over obstacles. തടസ്സങ്ങളെ മറികടന്നവൻ. He crossed over obstacles. മനസ്സിലായോ? അബ്രഹാം എന്ന് പറയുന്നത് ചുമ്മാ ഒന്നും പേര് വരത്തില്ല. ഏതാ നിങ്ങൾ അബ്രഹാമിന്റെ പേരിന്റെ അർത്ഥമല്ല ഞാൻ ഈ പറയുന്നത്. അബ്രഹാം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, തടസ്സങ്ങളെ മറികടന്നവനായവൻ. He was someone who crossed over obstacles. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആത്മാവിൽ മറികടന്നവനായോ? ആത്മാവിൽ അല്ല, സ്വന്തം ബുദ്ധിയിലോ ജഡത്തിലോ ഒന്നും അല്ല മറികടന്ന്, ശരീരം കൊണ്ട് മറികടന്നല്ല, ആത്മാവിൽ. ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞ വലിയ തടസ്സത്തെ ആത്മാവിൽ മറികടന്നവനായവൻ. Not in his flesh, but in the spirit, he overcame all the obstacles. എല്ലാ സ്ട്രഗിൾസിനെയും തോൽപ്പിച്ചവനാണ് അബ്രഹാം. Abraham came out of all struggles. കണ്ടോ, യൂഫ്രട്ടീസ് നദി അങ്ങോട്ട് കിടക്കുമ്പോൾ അവൻ വ്യത്യസ്തനായ കാര്യം. അവൻ നദി കടന്നൊന്നും പോകാനൊക്കത്തില്ല, കാര്യം ഒറ്റ ഒരുത്തനാ. അവൻ ആ ഈ നദി കടന്നവനാണ് ഇവൻ. He is the one who crossed over the river of Euphrates. ഒറ്റയ്ക്ക് ഒരുത്തൻ മാത്രം, നിങ്ങൾ ശ്രദ്ധിച്ചു, ഒറ്റയ്ക്ക് ഒരുത്തൻ മാത്രം ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചിട്ട് നടക്കുന്നവൻ. Look at this person all alone. വിശ്വസിച്ചപ്പോ അവന്റെ അകത്ത് വന്ന് വിശ്വസിച്ചപ്പോ അവന്റെ അകത്തുണ്ടായതിന്റെ പേരാ ഞാൻ പറഞ്ഞ ധൈര്യം. When he believed, വിശ്വസിച്ചപ്പോൾ ധൈര്യമുണ്ടായി. when he believed, he developed the courage. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വിശ്വസിക്കണമെങ്കിൽ അകത്തൊരു ധൈര്യം വേണം. Even to believe, you need to have a courage. വിശ്വസിച്ചാൽ നിനക്ക് ധൈര്യം ഉണ്ടാകുന്നത് പോലെ നീ വിശ്വസിക്കണമെങ്കിൽ നിന്റെ അകത്തൊരു ധൈര്യം വരണം. Even to believe, you need to have a courage. അതുകൊണ്ട് അബ്രഹാമിനെ നോക്കും പറയാം, വ്യത്യസ്തനായവനായവൻ. That's why Who Abraham is was Abraham? different. A different man. എത്ര പേര് അവിടെ നിൽക്കുന്നത്? അവരിൽ നിന്നെല്ലാം ഡിഫറന്റ്, വ്യത്യസ്തനായ ഒരുവൻ. That's why Abraham was set ഇനി apart ശ്രദ്ധിച്ച്, or different. അവനെ ശ്രദ്ധിച്ചാൽ പറയാം, അബ്രഹാം ആരാണെന്ന് ചോദിച്ചാൽ പ്രലോഭനങ്ങളിൽ വഴങ്ങാത്തവൻ. He was one who did not fall into temptations. ദൈവമഹത്വത്താൽ തടസ്സങ്ങളെ പിളർന്നവനാണവൻ. Who split the obstacles by the glory of God. എബ്രായർ 11:7 ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കേൾക്കാം. Hebrews 11:7. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്ക് തുടങ്ങുന്നത് ഇങ്ങനെ, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. എല്ലാവരും ചേർന്ന് പറഞ്ഞ വിശ്വാസത്താൽ. By faith. ആമേൻ, ഹല്ലേലൂയ, വിശ്വാസത്താൽ. By faith. നിങ്ങൾ മനസ്സിലാക്കിക്കണം, ദൈവം നമുക്ക് യേശു കർത്താവിൽ കൂടി കൃപ തന്നപ്പോൾ കൃപയാലല്ലോ, വിശ്വാസം മൂലം. കണ്ടില്ലേ, കൃപ വന്നതുകൊണ്ട് നിന്റെ കയ്യിൽ ഒരു ബഞ്ച് ഓഫ് കീസും ഉണ്ട്. When grace came, you യേശു ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? Have you understood who നിനക്ക് മനസ്സിലായി, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നിനക്ക് മനസ്സിലായോ? അങ്ങനെയാണ് നിനക്ക് വെളിപ്പാടുണ്ടെന്നർത്ഥം. If you have understood that Jesus is the Son of God, ആ വെളിപ്പാടിന്റെ മേലാണ് ഇവൻ സഭയെ പണിയുന്നത്. And on that revelation he builds the church. അല്ലേ, ഇപ്പൊ ചിലർ കണ്ടിട്ടില്ലേ, വന്നേച്ച് നിൽക്കത്തില്ല, ഇളകിപ്പോകും. കാര്യം ഇവൻ ക്രിസ്തു ആരാന്ന് ഇവൻ അറിയത്തില്ല. If you don't know who Christ is, you cannot stand firm. അവൻ വന്നിടത്തേക്ക് മടങ്ങി പോകുന്ന കേട്ടില്ലേ? See, someone is returning to where he started. അവൻ എവിടെ നിന്ന് ആരംഭിച്ചോ അവൻ അവിടോട്ട് മടങ്ങി പോകുക. Where he began, he's returning to that place. അവൻ ചിന്തിക്കുന്നത് അവൻ ഈ മരണസമയത്ത് നല്ല കെങ്കേമമായ അടക്കം കിട്ടണമെന്നാ. He wanted a wonderful burial. മനസ്സിലായി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആണെങ്കിൽ ഇവിടെ മരണത്തിനല്ല പ്രാധാന്യം. ഹലോ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ മരണത്തിനല്ല പ്രാധാന്യം, ഇവിടെ ജീവിച്ചിരിക്കുന്നതിനാ പ്രാധാന്യം. Because we don't give importance to death, we give importance to നിന്റെ life. മരണസമയത്ത് എത്ര പേര് വന്നെന്നല്ല ഇവിടെ വിഷയം, നീ ജീവിച്ചിരിക്കുമ്പോ എത്ര പേരെ ക്രിസ്തുവിലേക്കാക്കി. It's not important how many people came for your funeral. While you're alive, how many people you led to Christ? മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നീ മുമ്പോട്ട് നടക്കുന്നവനാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ബിസി ചെയ്തിട്ടുണ്ട്, ദൈവം നിന്നെ അവിടെ എത്തിക്കും. പക്ഷെ നീ അങ്ങ് ഒടക്കക്കുടിയിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. If you are someone who is ready to walk ahead,
God will bring you to the place where നിങ്ങൾ you നിങ്ങൾ are എപ്പോഴും supposed to reach. ശ്രദ്ധിച്ചോണമേ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും എന്നാന്നറിയാം, വിടാൻ തടസ്സമാ, വിടാൻ വയ്യ. കാര്യം നിന്റെ ജഡം ചാകാത്തത് കൊണ്ട് നീ എവിടുന്ന് ഇറങ്ങി വന്നോ അതിനെ കുറിച്ച് ഇപ്പോഴും നീ ഭയങ്കര ആമേൻ എന്തോ പറയുക, നിന്റെ അകത്തതങ്ങ് കേറി നിൽക്കുക. Often we find it so hard to let go because our flesh is exalted. ഞാൻ ആരായിരുന്നു അറിയാമോ? നീ ആരാന്നേനല്ല. Do you know who I am? Who എടാ cares? നീ ഇപ്പോ ആരാണെന്നാ നീ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആരാണ്? നീ ക്രിസ്തുവിലാരാണ്. Who are you now? You are in Christ. ഞാൻ പറയാം, അങ്ങനെ പറയുന്നവൻ ഒന്നുമല്ല. Those who say I am someone is actually nothing. കാര്യം നിനക്ക് ഒന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തോന്ന് നീ നഷ്ടപ്പെടുത്തണം. You have to let go of something to step ഹലോ, into something if you else. want to enter into something, you have to leave something. നീ വിടാതെ, നിന്റെ സ്വഭാവം മാറ്റാതെ, നിന്റെ ഇഷ്ടങ്ങൾ മാറ്റാതെ, നിന്റെ ജീവിത രീതികൾ മാറ്റാതെ ഈ വെളിപ്പാട് എങ്ങനെ നിന്റെ മേൽ പ്രവർത്തിക്കും? If you can't let go of your character, your desires, your lifestyle, how can these things happen in your life? ഒരു താക്കോലിന്റെ പടം എടുത്തല്ല പത്രോസിന്റെ കൊടുത്തത്. ഒരു താക്കോലിന്റെ പടം എടുത്തേച്ച് യേശു പറയാണ്, ഈ പടം നിന്റെ ഇരിക്കട്ടെ എന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞ സംസാരത്തിനകത്ത് പറയുന്ന മത്തായി 16:16 പറയുകയാണ്, പത്രോസ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. I believe that you are Jesus, the Son of God. God did not just give a picture of a key. ആമേൻ. 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യേശു പറയുകയാണ്, അയ്യോ ഇത് ഭയങ്കര ആശ്ചര്യമായിരിക്കുന്നു. ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത് സ്വർഗത്തിലിരിക്കുന്ന എന്റെ പിതാവാ നിനക്ക് ഈ വെളിപ്പാട് തന്നത്. Jesus says, this is wonderful. That one who made you say is my Father in heaven. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ താക്കോല് കൈമാറിയത്. That's why I'm handing over these keys to you. വെളിവ് കെട്ടവന്റെ കൈ താക്കോല് കൊടുക്കത്തില്ല. One who has no sense will not be given a key. Why you come to church? ചർച്ചൊരു ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ടതാണ്, ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ് അല്ല ചർച്ച വരേണ്ടി. ചർച്ച വരുന്ന ദൂത് പിടിച്ചെടുക്കാനാ വരേണ്ടത്. Why do you come to church to catch hold of a message? ചർച്ച വരുന്ന വഴക്കുണ്ടാക്കാനൊന്നും അല്ല, ഇഷ്ടക്കേട് കാണിക്കാനൊന്നും അല്ല വരേണ്ടത്. നീ അതൊന്നും പറയാനല്ല ചർച്ച വരുന്നത്. ഇന്ന് നിന്റെ ദൂത് ഞാനത് പിടിച്ചെടുക്കും. Don't come to church to fight or to get കാര്യം offended. സ്വയമേ മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. Because I cannot understand it myself. സ്വയമേ ഇത് മനസ്സിലാക്കാൻ പത്രോസിന്റെ കുഴപ്പക്കാരൻ വല്ല വന്നു അല്ല, സ്വയമേ മനസ്സിലാക്കാൻ അറിയത്തില്ല. കർത്താവ് പറയാണ്, നീ മനസ്സിലാക്കി അത്രയും മതി, അതിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. You cannot understand these things by yourself, but Jesus says, it's good that you understood this. I will build my church upon this revelation. Hallelujah. 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 ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, ആമേൻ, നോഹ വിശ്വാസത്താൽ ചിലതിലേക്ക് അവന്റെ മനസ്സിനെ മാറ്റുകയാണ്. By faith Noah turned his heart to something else. കാര്യം നോഹയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അറിയാമല്ലോ, 6:8 എഴുതിയിരിക്കുന്ന അവൻ എന്തോ ചെയ്തു? കൃപ കണ്ടെത്തി. Noah He found found grace grace. He in the found eyes grace. of God. അപ്പൊ അത് ആ കൃപ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അവൻ വർദ്ധിച്ചു വരുന്നത് വിശ്വാസമാണ്. And when you find grace, faith will be increased. ആമേൻ ഹല്ലേലൂയ. കൃപ എവിടെ ആക്ടിവേറ്റഡ് ആകുന്നു, ആക്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു, അവിടെ വിശ്വാസം വർദ്ധിക്കും. Wherever you want grace to be activated, faith will increase. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. Praise the Lord. Hallelujah. എബ്രായർ 11-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയിരിക്കുന്നത്. Hebrews 11, you see the hall of faith of all the people who നിങ്ങൾ അവിടെ എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ എല്ലാം ഉള്ള താക്കോൽ എന്താണെന്ന് അറിയാം? വിശ്വാസം. The key that everyone used was faith. The key of that chapter is faith. Hebrews 11 is all about faith. Faith. വിശ്വാസത്താൽ. By faith. നിങ്ങളെ കുറിച്ച് നാളെ അത് പറയണം. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്താൽ ആ വ്യക്തി തണ്ട് ഇത് ചെയ്തു, അവന്റെ അകത്ത് അത്രമേ ധൈര്യമായിരുന്നു. Tomorrow someone has to speak about you. By faith you did it. യേശുവിനോട് ശിഷ്യന്മാര് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. Only two things the disciples asked of Jesus. അവര് പറഞ്ഞില്ല, ഞങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പം സൗഖ്യമാക്കാൻ കൃപ തരാനൊന്നും അവര് പറഞ്ഞില്ല. They did not ask for grace to lay hands on the sick and get കർത്താവേ healed. പുതുഭാഷ സംസാരിക്കാൻ കൃപ തരണമേ. I want to speak in new tongues. No. രണ്ട് കാര്യം, വളരെ സിമ്പിളായ രണ്ട് കാര്യങ്ങൾ അവർ ചോദിച്ചത്. ഒരു കാര്യം ചോദിച്ചത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. Lord, let your faith increase. ലൂക്കോസ് 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവ് 5-ാം വാക്യത്തിൽ, കർത്താവേ എന്റെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. Lord, let your faith increase. ആമേൻ. രണ്ടാമത്തെ കാര്യം, ആമേൻ, ലൂക്കോസ് 11:1 എഴുതിയിരിക്കുന്നത്, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ.
Lord, teach us to pray. ഇപ്പൊ അപകടം കണ്ടില്ലേ? ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വയ്യ, മിണ്ടാതിരിക്കും അന്നേരം. The problem is now we don't want to pray that prayer. കാര്യം ആരാണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കണ്ടെന്ന്. ശിഷ്യന്മാര് പറയുകയാണ്, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കാൻ അറിയത്തില്ലല്ലോ. We don't know how to ഇപ്പൊ pray. എന്നാ പ്രാർത്ഥിക്കാന്നറിയാം? അറിയാമല്ല. അറിയാവുന്നത് കൊണ്ടാ നീ പ്രാർത്ഥിക്കാത്തത്. Now you think you know. നിനക്കിപ്പോ വാക്കുകളെല്ലാം ഭയങ്കര വൊക്കാബുലറിയാ. Now your prayer has so much of vocabulary. വൊക്കാബുലറി എന്തെല്ലാം പദപ്രയോഗങ്ങളെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ തന്നെ. What all words you use when you pray? ഹിമമഞ്ഞണിഞ്ഞ സായം സന്ധിയിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോ അങ്ങയുടെ തേജസ്സാകുന്ന പുതപ്പ് എന്തെല്ലോ. കർത്താവിനെ പറയും, എന്തുവാടാ ഈ പറയുന്നതെല്ലാം? You hear this kind of vocabulary and the Lord says, what are you talking about? ഞാൻ അങ്ങയിലേക്ക് നോക്കി നീ ഇരിക്കത്തേ ഉള്ളൂ. കർത്താവ് എന്ത് സിമ്പിളായ പ്രാർത്ഥനയാ പഠിപ്പിച്ചത്. What a simple prayer the Lord taught us. ഇവൻ ശിഷ്യന്മാര് പറയാം, കർത്താവേ ഞങ്ങൾക്ക് ഇത് രണ്ടു തരണമേ. And the disciples asked these two things about faith and ആമേൻ. prayer. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ താക്കോൽ പിടിച്ചെടുത്തോണം. ഹല്ലേലൂയ. ഈ താക്കോൽ നിനക്ക് വേണ്ടിയുള്ളതാണ്, വേറെ ആർക്കും അത് കൊടുക്കത്തില്ല. കാരണം നീ അത് ഉപയോഗിച്ച് നീ തുറക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹം. God is not going to give it to anybody else because God wants you to open it. That is what I said. You know, ഈ ഫെയ്ത്തിന്റെ കൂടെ എപ്പോഴും ഈ കറേജ്, ധൈര്യം കാണും. വിശ്വാസത്തിന്റെ കൂടെ ധൈര്യമുണ്ട്. Courage always comes with faith. 11:7 വായിച്ച എബ്രായർ 11:7. Hebrews 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തെന്ന് എഴുതിയിരിക്കുന്നത്. By faith, അല്ല, പണിയാൻ തുടങ്ങിയെന്നല്ല എഴുതിയിരിക്കുന്നത്. by faith Noah being divinely warned of things not yet seen. നിന്നെ കുറിച്ചുള്ള റിപ്പോർട്ട് അതായിരിക്കണം. താണ്ടാൻ പണിതുകൊണ്ടിരിക്കുകയെന്നല്ല റിപ്പോർട്ട്. ആമേൻ. നിന്നെ കുറിച്ച് ആരെങ്കിലും ഒരു റിപ്പോർട്ട് പറഞ്ഞാൽ അവൻ അത് പണിതു തീർത്തവനാണ്. Look at the report of Noah. If someone talks about a report about you, it has to be this way, that you have completed the work. തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവന് മനസ്സിലായി, വേറെ ആരും അറിയത്തില്ല, പക്ഷെ ഞാൻ നിൽക്കുന്ന കുടുംബം എന്താണെന്ന് രക്ഷപ്പെടും. For the salvation of my family and my household. നിങ്ങൾ ഓർത്തു വയ്ക്കുക, പറഞ്ഞാ കേൾക്കുന്ന ഭാര്യയും പറഞ്ഞാ കേൾക്കുന്ന പിള്ളേരുമുള്ള ആമേൻ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. A family where wife listens to the father and children listen to the father is blessed. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അന്നുവരെ ഇല്ലാത്തൊരു പ്രതിഭാസമാണ് മഴ. മഴയെന്ന് പറയുന്നൊരു അങ്ങനൊരു സംഭവം അറിയത്തില്ല, ഒരു വലിയ പ്രതിഭാസമായി മഴ. Until then they saw something. ആമേൻ. അതുവരെ മഞ്ഞ് പൊങ്ങി മണ്ണിനെ നനയ്ക്കുന്ന ഒരു സിസ്റ്റമാ ഉള്ളത്. അതുവരെ Until then the dew drops നിലത്തൂന്ന് from the ground. നിലത്തൂന്ന് മഞ്ഞ് പൊങ്ങിയിട്ട് ഈ മരങ്ങളെയെല്ലാം വൃക്ഷങ്ങളെയെല്ലാം സസ്യങ്ങളെല്ലാം നനയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. The trees and plants were watered by ഞാനൊരു dew drops മർമ്മം rising നിങ്ങളോട് from the പറയട്ടെ. earth. ഒരു ദൂത് പറഞ്ഞു, വേണമെങ്കിൽ പിടിച്ചെടുത്തോണം. ഹല്ലേലൂയ. ഇന്ന് വരെ നീ ഭൂമിയിൽ നിന്നുള്ളത് കൊണ്ടാ നീ ജീവിച്ചതെങ്കിൽ ഇന്ന് മുതൽ നീ ഉയരത്തിൽ നിന്ന് വരുന്ന ചിലത് കൊണ്ട് ആമേൻ നിന്റെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കാൻ നീ ആഗ്രഹിക്കണം. Until now, if you have been living with things that came from the earth, from now on desire to live by things that comes from heaven. അങ്ങനെ ജീവിക്കുന്ന സീസൺ നിനക്കായിട്ട് ദൈവം തുറക്കുക. A season is going to open. നീ പറയത്തില്ല ഞാൻ അധ്വാനിച്ചിട്ട് ജീവിക്കാന്ന് പറയല, കൃപയാൽ അവന്റെ കൃപയാലാണ് ഞാൻ ജീവിക്കുന്നത്. Not by hard work but by his grace. ആമേൻ. അതുവരെ ആരും കാണാത്തതൊന്നും സംഭവിക്കും. അതുവരെ ആരും കാണാത്ത ഒരു പ്രതിഭാസം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തെ തുറന്ന് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന മേഖലയിലേക്ക്, നിന്റെ ധൈര്യം വർദ്ധിച്ചു വരുന്ന മേഖലയിൽ ഇതുവരെ ആരും കാണാത്ത ഒരു പ്രതിഭാസം ഉണ്ടാകട്ടെ. Let there be something that is happening in your life which you have never seen before. Yeah, I just want to tell you that it should be a spiritual season. ഒരു പുതിയ ആത്മീയ കാലഘട്ടം നിന്റെ ജീവിതത്തിൽ തുറക്കണം. A new spiritual season has to open in your ഒരു life. നമ്മളെന്നും കൊന്നും ഒരുപോലെ ഇരിക്കുക, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപോലെ ഇരിക്കുക അല്ല. ഒരു പുതിയ ആത്മീയ അന്തരീക്ഷം നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സീസണായി തുറക്കട്ടെ. New spiritual season has to begin in your life. അത് പുതിയ അനുഭവം ഉണ്ടെന്ന് ഉയർത്തിയതായതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ളതാ വരുന്നത്. If it is coming from heaven, it is something fresh. ഭൂമിയിൽ നിന്നുള്ളതാണെങ്കിൽ പഴകിയതാണെങ്കിൽ ഉയർത്തിന്ന് വരുന്നത് ഇതുവരെ ആരും കാണാത്ത നിനക്ക് വേണ്ടി പുതിയത് തുറക്കുക. മന്ന വന്നതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് ദിവസവും ലഭിക്കാൻ ഉയരത്തിലേക്ക് നീ നോക്കിക്കാട്ടെ. What is coming from the earth is stale, but what comes from heaven is fresh like manna. അങ്ങനെയുള്ളതാണെങ്കിൽ നീ ജീവിച്ചിരിക്കുന്ന അർത്ഥം. Which means you will live by it. ഭൂമിയിലാണെങ്കിൽ നിനക്ക് കൊളസ്ട്രോൾ വരും.
You're eating things of the earth, you will get cholesterol. ഭൂമിയിലുള്ളത് നിന്ന് നിനക്ക് ഷുഗർ കൂടും. If you're going to eat from things നീ of the earth, ഉയരത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിന്റെ ശരീരത്തിൽ അതൊന്നും ബാധിക്കത്തില്ല. നീ ആത്മീയ പുഷ്ടി പ്രാപിക്കുമെന്ന്. നീ കണ്ട കണച്ചാണിയല്ലേ ഭൂമി കിടക്കുന്നത് തിന്നുകൊണ്ടാണ് ഇന്നും നീ വയ്യാതെ ചുമച്ചും കുറച്ചും ഇരിക്കുന്നതിന്റെ കാരണം. നീ അനങ്ങുന്നതിന് മുമ്പേ വയ്യാന്ന് പറയുന്നതിന്റെ കാര്യം നീ അവധി എടുക്കുക. ദീർഘകാലം അവധിയ സിക്ക് ലീവ്, ചർച്ചിൽ വരാതെ ലീവ്. എന്ത് ലീവ് ഇത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മളൊക്കെ ഒത്തിരി യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി കേട്ടോ. ഇത് നിനക്ക് എതിർപ്പെടുന്നത് ചിലത് വരുന്നുണ്ട്. You have traveled ahead too much. Something is coming You understand? Faith and courage works together. വിശ്വാസവും ധൈര്യം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാ. വിശ്വാസം എപ്പം വരുന്നോ അന്നേരം അതിന്റെ കൂട്ടത്തിലുണ്ട്. അതിന്റെ കൂട്ടത്തിലുള്ള താക്കോലാണ് ഈ കറേജ്. Whenever faith comes, courage comes along. വിശ്വാസത്തിൽ പെട്ടകം ഉണ്ടാക്കാനുള്ള ധൈര്യം ഓർത്തു വയ്ക്കുക. വിശ്വാസം വന്നപ്പോൾ പെട്ടകം ധൈര്യം അതിരിപ്പുണ്ടോ? പെട്ടകം ഉണ്ടാക്കുക. Suddenly you develop courage. ഹല്ലേലൂയ. നിങ്ങൾ നോഹയെ കുറിച്ച് വായിക്കുമ്പോൾ നോഹയെ അറിയപ്പെടുന്നത് രോഗിയെ സൗഖ്യമാക്കിയിട്ടല്ല. Noah was not known as a person who healed the sick. നോഹയെ അറിയപ്പെടുന്ന ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ടല്ല. Not because he drove out demons. നോഹയെ അറിയപ്പെടുന്നത് വേറെ ഒന്നിന്റെ പേരിലല്ല. Not as with any other name. പെട്ടകം പണിത് സർവൈവലിന്റെ പ്രോജക്ട് പൂർത്തീകരിച്ചെന്നുള്ളതിന്റെ പേരിലാണ് നോഹ അറിയപ്പെടുന്നത്. Noah was known because he built an ark and completed the project. അതിനായിട്ട് നോഹയ്ക്ക് കർത്താവിന്റെ കൃപ ലഭിച്ചു. For that Noah received grace. അതുകൊണ്ട് ആ കൃപ ലഭിച്ചപ്പോഴാണ് ഈ വിശ്വാസവും കറേജും കൂടെ അവന്റെ ധൈര്യവും കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. Because of grace, faith and courage work ഞാൻ together. ആരാണ്ടൊക്കെ പറയുവാണ് നിനക്ക് പുതിയ പ്രോജക്റ്റ് മോനെ ശ്രദ്ധിച്ചോണമേ, നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് അല്ല, സ്വർഗത്തിലെ ദൈവം നിനക്ക് പ്രോജക്റ്റിനെ തുറക്കും. God will open projects for you. ലോകം എതിർത്താലും ആരും കൂടെ ഇല്ലെങ്കിലും അവൻ ആ ധൈര്യം നിന്റെ അകത്തു വന്നാൽ ആ പ്രോജക്റ്റ് നിന്നിൽ കൂടി പൂർത്തീകരിക്കപ്പെടും. If you have the courage and faith, that project will be completed through you. ഫെയ്ത്തിനകത്ത് മറ്റ് 2-3 കാര്യങ്ങളുണ്ട്. ഫെയ്ത്ത് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കൃപയാൽ ഈ ഫെയ്ത്ത് ലഭിച്ചു കഴിഞ്ഞാൽ യു വിൽ ഹാവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ് ആൻഡ് വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിവും പരിജ്ഞാനവും വിവേകവും കൂടെ അതിനകത്തുണ്ടാകും. When faith comes, you will develop knowledge. വിശ്വാസത്തിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്ന? വിശ്വാസം വന്നു കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ഭയങ്കര ഇൻഫർമേഷൻസാ, അറിവുകൾ ഉണ്ടാകും, തിരിച്ചറിവ് വരും, ബോധ്യങ്ങൾ വരും. അതിനകത്ത് പരിജ്ഞാനം വർദ്ധിക്കും. കാര്യം നോളജ് ഉണ്ടാകും. ഒരു കാര്യത്തെ കുറിച്ച് എന്താണെന്നെല്ലാം മനസ്സിലാകാൻ തുടങ്ങും. You will begin to understand, have a greater knowledge and understanding about certain things. Finally, you will have that courage. അതാ വിസ്ഡം എന്ന് പറയുന്നത്. ആ വിവേകത്തോട് അതിനെ പൂർത്തീകരിക്കാൻ കഴിയും. And then you will be able to complete നിങ്ങൾ it. ശ്രദ്ധിച്ചില്ലേ, പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങിയിട്ട് ഇട്ടേച്ച് പോകുന്നില്ലേ? See, you have begun many things and dropped it. പട്ടി കാലുപൊക്കി പെടുക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം പോയി ഓരോന്നും ചെയ്യും, ഒന്നും പൂർത്തീകരിക്കത്തില്ല. അതിന്റെ കാര്യം എന്നറിയാമോ? ഈ വിശ്വാസവും ഇല്ല, ധൈര്യവുമില്ല. ഈ കൃപ എന്താന്ന് മനസ്സിലായിട്ടില്ല. You begin many things, but you are And not you able have to started complete. many things. എന്തെല്ലാം തുടങ്ങി, എല്ലാം നിന്ന് പോയത് കണ്ടില്ലേ? You started many things, but you stopped everything. ഇന്നെന്ന് പറയുന്ന ദിവസം നിനക്ക് എതിർപ്പെട്ട് വരുന്നവനെ നീ കാണണം. Today you must see someone who is coming against you. ആമേൻ, ഹല്ലേലൂയ. പറ്റത്തില്ലെന്ന് തോന്നിയാൽ അതിന്റെ പേര് അവിശ്വാസം. പറ്റത്തില്ലെന്ന് എപ്പം തോന്നിയോ അതിന്റെ പേര് അവിശ്വാസം. The moment you say I can't do it, that is a എന്നാ നീ അവിടെ ഇരുന്നോണ്ട് പറയും എനിക്ക് കഴിവില്ല, പക്ഷെ കഴിവുള്ള ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ അത് പൂർത്തീകരിക്കുമെന്ന് പറയുന്നതിന്റെ പേര് അവിശ്വാസം. But then when you say I don't have the ability, but the Lord who is able is with me, that is faith. ആമേൻ. ജോഷുമോൻ എന്ത് ചെയ്തു? ജോഷുമോൻ, how did you come to church? എങ്ങനെ how you came to the church? By car? Whose car? അപ്പാസ് കാർ അല്ലേ? അപ്പൊ RC കാറിന്റെ പേരില്ല, അല്ലല്ല, കാറ് സ്വന്തമായിട്ട് കാറില്ലേ? ഓ എന്റെ ദൈവമേ, മോന്റെ വണ്ടി മോന്റെ പേരിലല്ലേ? രഞ്ജൻ പാസ്റ്ററെ, ആ നെക്സോൺ എന്ന് പറഞ്ഞ വണ്ടി ആരുടെ പേരിലാണ്? ആ വണ്ടി മിണ്ടത്തില്ല. അതല്ല എന്തോ എഴുതിയിരിക്കുന്നത്? വിംഗ് കമാൻഡർ, ലഫ്റ്റനന്റ് കേണൽ, അങ്ങനെയൊക്കെയാണോ എഴുതിയിരിക്കുന്നത്? എന്തോ എഴുതിയിരിക്കുന്നത്? രഞ്ജൻ ഉമ്മന്റെ പേരിലാണോ വണ്ടി? ഇല്ലേ? രഞ്ജന്റെ ഉമ്മന്റെ പേരിൽ വണ്ടി ഇരുന്നാലും അപ്പന്റെ പേര് വണ്ടി ഇരുന്നാ മതി, പിള്ളേർക്കും കയറി നടക്കാം. Maybe the vehicle is in your father's name, but children can easily travel in it. എന്റെ വണ്ടി എന്റെ പേരിലാണ് കിടക്കുന്നത്. My vehicle is in my name. എന്റെ ഭാര്യയ്ക്കും എന്റെ പിള്ളേർക്കും പിന്നെ എന്റെ കൂടെ അപ്പ
പാപ്പ എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിനും അതിനകത്ത് കയറാം. My vehicle is in my name. നീ പുറകെ കൂടെ പൊടിക്കുന്നവനാലും ഞാൻ കയറ്റിക്കൊണ്ട് പോകും. And even others can come. എടാ കുഞ്ഞെ, നീ എന്നെ പുറകെ വന്ന് കുത്തിയവനാണെങ്കിൽ ഞാൻ നിന്നെ കയറ്റിക്കൊണ്ട് പോകും. Even if you stop me from the back, I will take you along. വണ്ടിയെ കയറ്റുന്ന കാര്യത്തിൽ എനിക്കിതൊന്നുമില്ല. I don't have any problem. പക്ഷെ വണ്ടിക്കകത്തിട്ട് എന്നെ ഞാൻ പൊരിക്കും. നീ ആ വണ്ടിക്കകത്ത് AC ആർക്കുള്ളതാ? RC ബുക്ക് എന്റെ പേരിലാണ്, എനിക്ക് മാത്രം AC കിട്ടിയാൽ മതി എന്ന് പറയാൻ പറ്റൂ? എന്ന് പറഞ്ഞേ. ജോഷുവാൻ പറയാണ്, എന്റെ പേരിലൊന്നും വണ്ടി വേണ്ട, എന്റെ അപ്പന്റെ പേര് വണ്ടി ഉണ്ടല്ലോ, അതേ ഞാൻ നടക്കും. Joshua doesn't need an RC book, but if he has it in his father's name, he can travel along. കുഞ്ഞെ, ഇന്ന് വിശ്വസിച്ചേ. നിനക്കൊരു വിശ്വാസവും ഇല്ലെങ്കിലും നിന്നെ വിശ്വാസത്തിൽ നടത്തുന്നവന്റെ വിശ്വാസത്തെ നീ ഒന്ന് പിടിച്ചാൽ മതി, നിന്റെ വിശ്വാസ യാത്രയായിട്ട് മാറും. You may not have any faith, but if you are walking along with somebody who has faith, നീ നോക്കണം. എടാ, നടത്തുന്നവന് വിശ്വാസമുണ്ടോ? നടത്തുന്നവന് ഇതിനെ കുറിച്ച് അറിയാമോ? നീ അങ്ങ് കയറി നിന്നാ മതി, നിനക്കും യാത്രയായിരുന്നു. You just have to see the one who leads you. Does he have faith? You can also just walk along with him. Hallelujah. Hallelujah. Amen. നിന്റെ പേരിൽ അല്ലെങ്കിൽ പോലും ആമേൻ ആരുടെയോ പേരിൽ ഇതുണ്ട്. ആർക്കോ കൃപയെ കുറിച്ച് മനസ്സിലായി, ആർക്കോ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലായി, ആർക്കോ ധൈര്യമുണ്ട്. നോഹയുടെ പിള്ളേർക്ക് അതിനകത്ത് കയറാമെന്ന്. Someone has courage, someone has faith. Maybe the RC book is not in your name, but even Noah's children could get into the ark. വിശ്വാസത്താൽ നോഹയുടെ ഭാര്യയുടെ പേരുണ്ടോ? By faith, it doesn't say Noah's നോഹയുടെ wife. പിള്ളേര് ഹാം, ശേത്ത്, യാഫേത്തിന്റെ പേരുണ്ടോ? ഇല്ല. Shem, Ham, Japheth's name was അപ്പന് not in വിശ്വാസമുണ്ടെന്ന് അപ്പന്റെ വിശ്വാസത്തെ നീ അതിനകത്ത് ഒരു യാത്ര ചെയ്യും. By the faith of your father, you can walk in it. അപ്പന് കൃപയുണ്ടെങ്കിൽ നിനക്കും ആ കൃപയുടെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന്. If father has grace, you also will have that. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ വരുന്ന കൂട്ടത്തിനകത്ത് വിശ്വാസത്തിന്റെ ജീവന്റെ സമൃദ്ധിയുള്ള കൂട്ടത്തിന് നീ വേറെ ഒന്നും പറഞ്ഞിരിക്കണ്ടായേ, ഇതിനകത്ത് നീ വേറെ പഠിപ്പിക്കാൻ വരണ്ടായേ, നീ ഇതിനകത്ത് യാത്ര ചെയ്താൽ നീയും ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. You need not have great faith, but you come to the place where faith is spoken ഈ about. കൂട്ടത്തിൽ വന്നിരുന്നേച്ച് എനിക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ നല്ല ബോധ്യത്തോടു കൂടെ നിൽക്കുന്നത്, എനിക്ക് വേറെ ക്ലാസ് ഒന്നും എടുക്കണ്ട. ഇതിനകത്ത് കയറി നീ അങ്ങ് നിന്ന് നീ അങ്ങ് രക്ഷപ്പെട്. You don't have to come here and take classes for me. You come here and you get well. After some അങ്ങനെ time, തോന്നുന്നു നമുക്ക്. ഇച്ചിരി എഴുതുന്ന എന്ത് ചെയ്യും? നോഹയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകും. don't go take class for Noah. അയാള് knows what to കാര്യം do. ഭാര്യയും പിള്ളേരും പറയും. പക്ഷെ ആ ഭാര്യയും പിള്ളേരും നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ, ഹല്ലേലൂയ. മഴ പെയ്യുന്നതിന് മുമ്പ് ഇതുണ്ടാക്കി അതിന്റെ ഒരു പർവ്വതത്തിന്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഭാര്യയും പിള്ളേരും, അച്ചായ ഇത് എന്താ വായിച്ചിരും? പിള്ളേർ പറഞ്ഞു, അപ്പന്റെ ഓരോ ഭ്രാന്ത് എന്നൊന്നും പിള്ളേര് പറഞ്ഞില്ല. പറഞ്ഞു, എന്റെ അപ്പന് ദൈവവുമായിട്ട് ബന്ധമുണ്ട്, എന്റെ ഭർത്താവിന് ദൈവവുമായി ബന്ധമുണ്ട്, അയാൾ ചെയ്യുന്നതാണ് ശരി. When the ark landed on the mountain, Noah's wife and children did not complain against Noah and said, my father is mad. മനസ്സിലായോ? No, they stood along with മനസ്സിലായോ? Noah and said, my father has അപ്പന്റെ നേരെ വിരൽ ചൂണ്ടാതെ നിന്നത് കൊണ്ട് അവൻ ഒരുക്കി വെച്ച 11:7 വായിച്ച് അവൻ എന്തോരം ഭയങ്കര ഒരു തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവൻ പട്ടകം തീർത്തു എന്ന് എഴുതിയിരിക്കുന്നു. The family did not point fingers at the father, and therefore he completed the നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പെട്ടകം തീർത്തപ്പം തൊട്ട് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ രക്ഷപ്പെടും. ഇനി മഴ പെയ്താൽ എന്നാ? ദൈവം പറഞ്ഞു എന്താണ്? നമ്മുടെ കുടുംബത്തിന് രക്ഷ ഉറപ്പായി. When he built the ark, he said, our household shall be saved. ഇതിനകത്തിരിക്കുന്നവര് പറയണം, ഞാൻ ഈ പോകുന്ന ചർച്ചിനകത്ത് ജീവന്റെ സമൃദ്ധി കേൾക്കുന്ന, ഞാൻ മരിക്കല, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. I'm hearing about abundant life in the church. ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് നിന്റെ തിയോളജി ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് അതും ഇതൊന്നും അറിയത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളെ നടത്തുന്നവൻ പറയുന്നത് ഈ ജീവിച്ചിരിക്കുമെന്ന. Because we talk about life, I will be alive. അത് പറയുമ്പോഴേ നിന്റെ അകത്തും ഈ ജീവന്റെ സമൃദ്ധി ഒഴുകാൻ തുടങ്ങുന്നത്. When you speak it, abundant life നീ will flow. ശ്രദ്ധിച്ച്, നീ രോഗം പറഞ്ഞ് എത്ര ആഴ്ചയായിട്ട് നീ ചർച്ച വരുന്നില്ല? You're talking about sickness and getting absent. നിനക്ക് കാല് വയ്യ, തലവയ്യ എന്ന് പറ. എത്ര ദിവസമാ നീ അവധി എടുക്കുന്നത്? ആർക്ക് പോയി? How many days you take leave from church saying you are unwell? മനസ്സിലായി? നിനക്ക് അസുഖമാണ്, നീ ആശുപത്രിയിൽ പോകുന്നവന് നിനക്ക് ആത്മീയ രോഗമായിരിക്കാം, ശാരീരിക രോഗം, ബന്ധനങ്ങളായിരിക്കാം. നീ ചർച്ച വന്ന ഈ വചനം കേട്ട് നീ വിടുവിക്കപ്പെടത്തില്ലേ? Whatever be your sickness, mentally or physically, you come to church and be healed. ആമേൻ. ഈ കൂട്ടത്തിനകത്ത് നിനക്കൊരു വിടുതലില്ലേ?
There is a deliverance for you in this gathering. നീ നിന്റെ സൗകര്യം, യു ആർ ഓൺ യുവർ ഓൺ കംഫർട്ട് സോൺ. നീ നിന്റെ സൗകര്യത്തിൽ ഇരിക്കുമ്പോ ദൈവം പ്രവർത്തിക്കത്തില്ല. അവൻ പറയും നീ ഇറങ്ങി വാ. ഇറങ്ങി വരുമ്പോ നീ ചിലതിനെ എതിർപ്പെടും. അന്നേരം ഞാൻ കാണിച്ചു തരാം വീഴ്ചൊരുക്കിയ മാളിക മുറി. If you are sitting in your comfort, you won't receive anything. The Lord says, come out, then I will show you someone who's coming അഞ്ചപ്പം കൊണ്ട് against you. 5000 പേര് തിന്നില്ലേ? ആരേലും വന്നോ? ആരേലും വന്നു? പക്ഷെ 12 എണ്ണം ഉണ്ട്. യേശു എന്തോ പറഞ്ഞാലും കേൾക്കും. യേശു എന്തോ പറഞ്ഞാലും കേൾക്കും. 12 എണ്ണമേ ഉള്ളൂ. 12 people were there who would listen to Jesus. ഇന്ന് ആ 12-ൽ ഒന്നാകാൻ ആഗ്രഹിക്കുക. Desire to be the one. എല്ലാത്തിനും മുമ്പിൽ ചോദ്യചിഹ്നം ഇട്ടോണ്ടിരിക്കാതെ ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇതിനകത്തൊരു കാര്യമുണ്ട്, ഇതിനകത്തൂടെ ഞാൻ രക്ഷപ്പെടും. There is something in this place. There is something in this place, and I will go up and be saved through this. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:19. Matthew 16:19. യേശു ശിമോൻ പത്രോസ് പറഞ്ഞതിന്റെ പിന്നാലെ ചില വാക്കുകളെ പറയുകയാണ്. Jesus says some words after Simon 19 Peter. വാക്യം പറയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്. ഇതൊക്കെ പേഴ്സണലൈസ് ചെയ്തേ. നിങ്ങൾ ഇത് വായിക്കുമ്പം പത്രോസിന്റെ കയ്യിലാ കൊടുത്തത്. You must personalize this. എന്താ കാര്യം? അവന് വെളിപ്പാടുണ്ടെന്ന്. Peter has revelation, hence keys were given to ഒരുത്തന് him. വെളിപ്പാട് മതിയും, ബാക്കിയെല്ലാം രക്ഷപ്പെടും. One ഒരുത്തന് has മതി. revelation, others will be saved. ആമേൻ, ഹല്ലേലൂയ. ഒരുത്തന് ഇത് പിടികിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവന്മാർ അതിനകത്ത് രക്ഷപ്പെടും. One understands this, others will be saved. ദൈവം നോഹയോട് സംസാരിച്ചു. നോഹയ്ക്ക് മനസ്സിലായി. ആമേൻ എന്ന് പറഞ്ഞു. God spoke to Noah and he said അവിടെ amen. there his work started. അവിടെ അവന്റെ പണി തുടങ്ങിയ. And that's where his work started. നോക്കിയേ, എങ്ങനാന്ന് ചോദിച്ചില്ല. അവൻ ചോദിക്കില്ല, അയ്യോ ഈ മരം എങ്ങനെ കൂട്ടിരും ഞാൻ. അപ്പൊ അവിശ്വാസമായി പോ. അവൻ പറയും, നീ കഴിവ് എനിക്കില്ല, നിനക്ക് ഭയങ്കര കഴിവാ, നീ അത് ചെയ്യും. Noah did not say, how will I get this done? How will I bring the wood? പത്രോസിനൊന്നും അറിയത്തൊന്നുമില്ല. പത്രോസിനൊന്നും അറിയത്തില്ല. പത്രോസ് പറഞ്ഞു, പക്ഷെ ഒരു കാര്യം എനിക്ക് പിടികിട്ടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. Peter doesn't know anything except that you are the son of the living God. അപ്പൊ യേശു പറയാണ്, ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. Here I am giving you the keys to the kingdom of നിനക്ക് heaven. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നിന്റെ ആ കൊച്ചറിവിനകത്തു ദൈവം ചെയ്യുന്നതെന്നറിയാമോ? അവന്റെ രാജ്യത്തിന്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കുക. In that small revelation that you have, God is handing over the keys to heaven to you. ആമേൻ, ഹല്ലേലൂയ. Hallelujah. സാധാരണ ഒരു പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞിട്ട്, വീട് പണിയുന്നവർക്കൊക്കെ അറിയാമല്ലോ, വീട് പണി കഴിഞ്ഞിട്ടല്ലേ മോനെ താക്കോൽ കൊടുക്കുന്നത്. Usually keys are given or handed over after the work is താക്കോല് തരുന്ന complete. ആ കോൺട്രാക്ടർക്ക് താക്കോല് തരുന്ന പരിപാടിയാ. ഫുള്ള് കോൺട്രാക്ട് കൊടുത്തിരിക്കുക. അവസാനം വീട് പണി കഴിയുമ്പോൾ താക്കോല് തരും. The keys are handed over after a building is complete. എന്നാ ഇവിടെ അങ്ങനല്ല. ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ട് പോലുമില്ല, അതിനു മുമ്പേ താക്കോല് തരാൻ ഇവൻ തയ്യാറാ. Even before the work is started, God is ready to give you the keys. കർത്താവ് ഒരു പ്രോജക്റ്റ് ഇടുമ്പോൾ തന്നെ പത്രോസിനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇതാ ഞാൻ നിനക്ക് തരുന്നു. നീ എപ്പോ എവിടെ എന്തോ തുറന്നാലും ഞാൻ തുറക്കും, നീ എന്നോ കെട്ടിയാലും ഞാൻ കെട്ടിത്തരും. Jesus tells Peter, whatever you bind, I'm giving you the keys to kingdom of heaven. Whatever you bind on earth would be bound in heaven. Whatever you loose on earth will be loosed in heaven. ഒരിക്കല് ഒരു കുടിലുണ്ടാക്കാനുള്ള പ്ലാന്, പ്രോജക്റ്റ് പത്രോസ് യേശുവിനോട് പറഞ്ഞു, നമുക്കൊരു കുടിലൊക്കെ ഉണ്ടാക്കാന്ന്. Once Peter presented a project to make a place, a hut or a covering for Jesus. കർത്താവ് പറഞ്ഞു, അത് വേണ്ട, ഞാനൊരു കൊട്ടാരത്തിന്റെ പ്ലാൻ കാണിക്കാം. Jesus said, I don't want that. I will show you a plan for a palace. ആമേൻ, ഹല്ലേലൂയ. ആ കൊട്ടാരത്തിന്റെ പ്ലാനാ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയുന്നു. And that palace is the church. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do you understand? മോനെ പത്രോസേ, നിനക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ നീ ഉണ്ടാക്കുന്ന കുടിലെ ശത്രു തകർത്തു കളയും. Peter, I know that you love me, but the hut ഞാൻ you make, the ഉണ്ടാക്കുന്ന enemy will break. എന്റെ സഭയെ പാതാള ഗോപുരം ജയിക്കത്തില്ല. But the church that I build, ഞാൻ ഉണ്ടാക്കുന്ന കിങ്ഡം, ഞാൻ ഉണ്ടാക്കുന്ന രാജ്യത്തെ തകർക്കാൻ ഒരു പിശാചിനും ഒരു പദ്ധതിക്ക് കഴിയത്തില്ലെന്നാ പറഞ്ഞത്. Which means Jesus says, the kingdom that I build, no gates of hell can prevail against it. ആമേൻ, ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോലാ കൊടുത്തത്. ദൈവരാജ്യത്തിന്റെ താക്കോലാ കൊടുത്തത്. He was given the keys to the kingdom of God. ഇന്ന് ഞാനത് ഓർപ്പിച്ച് പറയാം, വെളിപ്പാടുള്ളവന്റെ കയ്യിൽ ഏറ്റവും മേൽത്തരമായത് കിട്ടും. Those who have revelation, they get the best things. ഞാൻ പറഞ്ഞില്ലേ, RC ബുക്ക് എന്റെ പേരില്ല, വീട്ടുകാരുടെ എല്ലാം കൂടെ പേര് വെക്കാൻ പറ്റൂ. RC ബുക്കിൽ പറ്റൂ. The RC book is നിങ്ങൾക്ക് in ഇപ്പൊ my ഒരു name. വണ്ടി ഉണ്ടെങ്കിൽ, മോളെ ഹന്ന എങ്ങനെ വന്നത്, എങ്ങനെ നീ വന്നത് രാവിലെ?
ഡാഡിയുടെ വണ്ടിയില, അതാ അന്തസ് അല്ലേ? സാധാരണ പറയുന്നത് ഞങ്ങളുടെ വണ്ടിയിലാ വന്നതൊക്കെ പറയുന്നത്. ഇതാ പറയുന്നത് ഡാഡിയുടെ വണ്ടിയിലാ വന്നത്. I came in my father's car. ഡാഡിയുടെ പേരിലാ വണ്ടി എടുക്കുന്നത്. The car is in my father's അത് name. മതിയെന്ന്, എനിക്ക് യാത്ര ചെയ്താ പോരെ. I just have to travel. ഡാഡി AC ഇട്ടറിനെ പറയാണ് നിന്റെ പേരില്ലല്ലോ, അതുകൊണ്ട് AC നിനക്ക് തരത്തില്ല. അങ്ങനെ പറയൂ ഡാഡി. When you switch on the AC, father won't say you can't enjoy because it's not in your name. ഡാഡിയുടെ ഭാഗത്തെ ഗ്ലാസ്സിലെ മഴയില്ലേ, ഗ്ലാസ്സെല്ലാം കളത്തിയിട്ടിരിക്കുക, അപ്പുറത്തെ ഇടത്തില്ല, കാര്യം അവള് തന്നെ ഏട്ടാ അറിയുമോ? ഇല്ല. Father will never say that. എന്റെടാ കുഞ്ഞ്, നീ അതും ഇതും പറഞ്ഞിരിക്കാതെ അവരുടെ പേരിലാന്നു ഇവരുടെ പേരിലാന്നു ഒന്ന് പറഞ്ഞിരിക്കാതെ നിന്നെ ആക്കിയെടുത്തു നീ അങ്ങ് അഭിവൃദ്ധി പ്രാപിക്ക്. You just flourish wherever God has placed you. രാവിലെ എഴുന്നേറ്റ് പോത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ പറയുക ഡാഡിയുടെ പേരിലല്ലേ വണ്ടി, ഞാൻ നടന്നു വന്നോളാം. അതാണ് നിന്റെ കുഴപ്പം. The problem is you get up in the morning and say, നിന്റെ അകത്ത് സെൽഫ് കിടക്കുന്നത് കൊണ്ട്, നിന്റെ അകത്ത് സ്വയം ചാകാത്തത് കൊണ്ട്, അവൻ ആരെങ്കിലും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുമ്പോൾ നീ അത് പിടിച്ചെടുക്കത്തില്ല. Because you have yourself exalted, you're not ready to catch hold of the goodness God has imparted in someone else. വെളിപ്പാടുള്ളവന്റെ കയ്യിൽ കർത്താവ് താക്കോല് കൊടുക്കും. Those who have revelation, God will give keys. ഹല്ലേലൂയ. എന്താ വെളിപ്പാട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് തിരിച്ചറിഞ്ഞതാ വെളിപ്പാട്. Knowing that you are the son of the living God is a revelation. നമ്മളെല്ലാം വാക്യം പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് എനിക്കറിയാം. നമ്മൾ വാക്യം പറയുന്നത് വാസ്തവത്തിൽ ഇതുവരെ നമ്മൾ പേഴ്സണലി അത് മനസ്സിലായിരുന്നെങ്കിൽ നീ ഞായറാഴ്ച വരാതിരിക്കത്തില്ല, നീ മീറ്റിങ്ങുകൾക്ക് വരാതിരിക്കത്തില്ലെന്ന്. കാര്യം നീ നിന്റെ ഇഷ്ടത്തിന് പോകത്തില്ലെന്ന് കാര്യം മനസ്സിലായത്. അയാൾക്ക് ഭാര്യയും അമ്മായിയും ഒക്കെ ഉള്ളതല്ലേ ആർക്കാ? പത്രോസിന്. എന്നിട്ട് യേശുവിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. Peter has wife, mother-in-law, but still he is behind Jesus. നമുക്കെന്നെല്ലാം കച്ചവടങ്ങള് നിന്റെ ഇടയിൽ. We have so many other businesses. അവൻ ഏത് വലിയ സഭ, ഏത് കത്തോലിക്കനെ എടുത്തു, അവന് ഓർത്തഡോക്സുകാരനെ എടുത്തു, അവനവന്റെ പള്ളി പോകും. You take people from any denomination. ഏത് മർത്തോമക്കാരനെ എടുത്തു, CSI-കാരനെ എടുത്തു, അവർക്ക് അവരുടെ പള്ളി പോകും. They will all go to their church. നമ്മൾ യേശുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞു നിന്നിട്ട് നമുക്ക് മുഴുവൻ രോഗവും ദീനവും ദണ്ഡവും പ്രയാസവും അവധി. We know Jesus, but we are taking leave because we are always sick. അവധിയാണെങ്കിലും കുഴപ്പമില്ല, താമസിച്ച് കയറി വരുന്നത് അതിനേക്കാൾ വലിയ ഇഷ്ടം. It's okay if you take leave. Coming late is even more a problem. താമസിച്ച് വരുന്നവരുടെ മുഖം എല്ലാം എനിക്ക് പറയാം. ഞാനിത് I പറയുന്ന know അവരുടെ the മുഖത്ത് ഒരു face of സന്തോഷം all വരുന്നു. who comes late. നിങ്ങൾ എന്റെ പേര് കേസ് പറയും, നിങ്ങൾ എന്നെ എന്നാ ചെയ്യാന്? എന്തോ ചെയ്യാൻ ഞാൻ പറയും. I have to say this even. കാര്യം മണിയില്ല. മറ്റേ പറയുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് പള്ളിയിൽ മണി മുഴങ്ങുമ്പോൾ ആരാധന നടക്കുകയാണ് ചെല്ലണമെന്ന് ഓർപ്പിക്കും. ഇവിടെ മണിയുമില്ല, ഒന്നുമില്ല. പിന്നെ എവിടെയിട്ടടിക്കാനാ? ഇപ്പൊ പത്തനാപുരത്ത് തന്നെ ഇവിടുത്തെ മണി അടിച്ചാൽ കേൾക്കുവോ? പത്തനാപുരത്ത് കേൾക്കൂ? ഇല്ലല്ലോ. ഇപ്പൊ മണി അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. We don't have a church bell here, but you're supposed to come to the worship and the when you തിരുവല്ല hear the church ആമല്ലൂർ bell ഇവിടെ ring. മണി അടിച്ച ആമല്ലൂര് കേൾക്കൂ? ഇല്ലല്ലോ. അവരുടെ അകത്താ മണി മുഴങ്ങണം. The bell should ring in your ഓരോരുത്തരുടെ heart. അകത്താ മണി മുഴങ്ങണം. The bell should ring in your heart. ആമേൻ, ഹല്ലേലൂയ. അല്ലേ? മണി മുഴങ്ങണ്ടായോ? എന്നാലല്ലേ എഴുന്നേക്ക. നിന്റെ അകത്തെ മണിമുഴക്കം നിന്നത് ബാറ്ററി പോയത് കൊണ്ടല്ലേ? ചാർജ് ഇല്ലെന്ന്. The bell in your heart is not ringing because the battery There has is no lost charge in your heart. ആത്മീയമായിരിക്കുന്ന നിന്റെ ശക്തിയെല്ലാം പോയത് കൊണ്ട് നീ ചുമ്മാ വെറുതെ ഒരു വ്യക്തിയായിട്ടിരിക്കുക. Your spiritual strength is discharged, so you're behaving like an ordinary ഞാൻ person. എപ്പോഴും പറയും, ചർച്ചിനകത്തൊക്കെ വരുന്നത് നല്ല തിടുക്കത്തോടെ. ഏതാ അവൻ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഇറങ്ങുന്ന ഉടനെ അവരാ ചുട്ട ആട്ടിറച്ചി തിന്നാൻ ആ തിടുക്കത്തോടെ തിന്നതുപോലെ അവർ ചെരുപ്പൊക്കെ ആദ്യമായിട്ട് ഇടുന്ന ആ ചെരുപ്പൊക്കെ ഇട്ടതിന്റെ ആ സന്തോഷം, കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് തിടുക്കത്തോടെ തിന്ന് എങ്ങനെങ്കിലും അപ്പുറത്ത് പോകണമെന്ന് അവരാഗ്രഹം. The way you come to church should be in a hurry, just as the Israelites ate the roasted lamb in a hurry and they were about to go. ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് മറന്നു, ഇപ്പോഴാ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എടുക്കാം വടി ഓരോന്ന് തിടുക്കത്തോടെ മുന്നേറാം. കിടപ്പുണ്ടോ നമ്മളെ പാട്ട്? എവിടെയെങ്കിലും നോക്കി ഇങ്ങനെ നോക്കി തപ്പി പിടിക്കാൻ വേണ്ടി എടുക്കുക. മറന്നുപോയി പാട്ട്. എടുക്കാം വടി ഓരോന്ന്, അത് മാത്രം ഓർമ്മയുണ്ട്. അത് നിന്നെ കാണുമ്പോഴാണ് എനിക്കത് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 11-ാം അധ്യായം മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പേരുകള്. ആരൊക്കെ പേരാ? തുടങ്ങുന്നത് എവിടാന്നറിയാമോ? ആബേൽ, ആനോക്ക്, നോഹ. പിന്നെ ഇങ്ങോട്ടങ്ങ് പറഞ്ഞ് അവസാനം വന്നിച്ച് രാഹാബ് എന്ന് പറഞ്ഞൊരു സ്ത്രീ. പിന്നെ ഒരു 5-6 പേരുടെ പേര് ഒരുമിച്ച് പറയാ. ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസത്തെ കൂടെ എഴുതിയാലും തീരത്തില്ല ഇവരുടെ ജീവിതം. എബ്രായ ലേഖന കർത്താവ് പറയുവാണ്, എന്തോ വിശ്വാസത്താൽ യെരിഹോ മതിൽ 7 പ്രാവശ്യം നടന്നു. By faith the children of Israel walked around the wall of
ഏഴാമത്തെ പ്രാവശ്യം സ്തുതി കേട്ടപ്പോൾ, ഇന്ന് രാവിലെ ഞാൻ പറയാം, നീ സ്തുതിച്ചാൽ നിന്റെ മുമ്പിൽ ഒരു കോട്ടയും നിൽക്കത്തില്ല. If you are able to praise God, nothing can stand against you. നമ്മളിവിടെ വന്നേച്ച് ഡിസ്പ്ലേ വരുന്ന പാട്ട് പാടുകല്ലേ, നമ്മൾ ആരാധിക്കുമല്ലോ, നമ്മൾ പാട്ട് പാടുകല്ലേ. നീ വാസ്തവമായി നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് സ്തുതിയെ ഉയർത്തിയാൽ നിന്റെ മുമ്പിൽ ഒരു കോട്ടയും നിൽക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നീ സകലതും 6 പ്രാവശ്യം ചുറ്റി നടന്ന് നീ ക്ഷീണിച്ചവനാണെങ്കിലും ഏഴാമത്തെ പ്രാവശ്യം നിന്റെ ഹല്ലേലൂയയ്ക്കകത്ത് അവൻ താഴെ വീഴാൻ പോകുന്ന എരിഹോം കോട്ടയാണ്. No Jericho wall will stand against you if you're ready to praise God and worship God instead of just looking at the display and singing. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, അങ്ങനെ പേരുകൾ പറഞ്ഞ് രാഹാബിന്റെ പേര് വരിക. Even Rahab's name is in the list. Abraham, Jacob. 31ാമത്തെ വാക്യത്തിൽ രാഹാബിന്റെ പേര് കിടക്കുക. വിശ്വാസവീരന്മാരുടെ പട്ടിക. Look at the list of those who walk by faith. ഞാൻ ഇന്ന് പറയട്ടെ, നീ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആമേൻ നീ കുഴിക്കാൻ തുടങ്ങുമ്പോഴേ, നീ കുഴിക്കുന്നതിനകത്ത് നീരുറവയെ കൊണ്ടുവരുന്നവനാണ് ഇവനെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, നീ പണിതിട്ട് ആമേൻ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറയത്തില്ല. Before you dig a well, if you believe that you're going to get living waters, you will begin the work by faith. Hallelujah. Hallelujah. കാര്യം നിന്റെ അധ്വാനത്തിന് പകരം കർത്താവ് തരും. God will give you the reward for your hard work. ഒരിക്കലും വെള്ളം കിട്ടാത്തിടത്താ നീ കുടിക്കുന്നത്. You are digging in a place where you can വെള്ളമേ ഇല്ല, പക്ഷെ നീ കുഴിച്ചു തുടങ്ങുമ്പോഴേ നീറുറവ ആമേൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. There is no water, but as you begin to dig, the water will come to you. Listen. മഴ പ്രതിഭാസം. മഴ എങ്ങനാ മഴ പെയ്യുന്നത്? The phenomenon of rain never existed there. സമുദ്രത്തിലെ വെള്ളത്തിന്റെ മേൽ സൂര്യന്റെ ചൂടങ്ങോട്ട് അടിച്ചിട്ട് നീരുറവയായി പൊങ്ങി അങ്ങോട്ട് പോയി ഖനീഭവിച്ച് അന്തരീക്ഷിച്ചെന്ന് ഖനീഭവിച്ചിട്ട് തണുത്തിട്ട് ആമേൻ ഐസുകളായി ആമേൻ അത് ചിതറി വീഴാൻ തുടങ്ങും. മഴ. When the rays of the sun falls on the ocean water is vaporized and then it is condensed on the clouds and then it falls like rain. ഒരിടത്ത് കിടക്കുന്ന വെള്ളം ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ നീരുറവയായി പൊങ്ങുകയാ. Water that was there in an ocean evaporate ചെയ്ത് ആമേൻ നീരാവിയായി പൊങ്ങുകയാ. That is vaporized. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മോനെ, ഇന്നുവരെയും നടക്കാത്തൊരു കാര്യം. ഇത്രയും നാളും വെള്ളം കിടപ്പുണ്ട്, സൂര്യനുമുണ്ട്, ചൂടുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം നീ വിശ്വസിച്ചപ്പോൾ നിനക്ക് വേണ്ടി അന്തരീക്ഷത്തെ മാറ്റിയവനാണിവൻ. Until then there was sun, there was ocean, but the phenomenon of rain had never happened. സൂര്യൻ നിൽക്കുക, വെള്ളം നിൽക്കുകയാണ്, ചൂട് തട്ടുന്നുണ്ട്, വെള്ളം കിടക്കുന്നു. പക്ഷെ ഇന്ന് വരെ നടക്കാത്തൊരു കാര്യം അവിടെ എഴുതിയിരിക്കുക, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നോഹ ദൈവത്തിന്റെ വാക്കുകളെ കേട്ടപ്പോൾ ഇവിടെ പ്രകൃതിയുടെ മേൽ ഒരു ചലനമുണ്ടായി. Heat was there, sun was there, water was there, but when Noah believed by faith, something that had never happened. Evaporation. നീരാവിയായിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ. നീ വന്നതുകൊണ്ട് ആരും കാണാത്തൊരു കാര്യം നിന്റെ അവൻ അനുസരണത്താൽ ദൈവം ചെയ്യുകയാണ്. Because of your obedience, something new is happening, like an evaporation of the water. Oh, hallelujah. നീ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നീ എവിടെയോ ഒറ്റപ്പെട്ട മുറിക്കകത്ത് വാതിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് അവൻ അത് ദേശങ്ങളിലേക്ക് മഴയായി പെയ്തിറങ്ങും. The prayers that you have prayed alone in a room will rise up to heaven and it will fall. ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ എവിടെയോ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇത് ആത്മാവിൽ ഉയർത്തപ്പെടുകയാണ്. ആത്മാവിൽ ഉയർന്ന് ആമേൻ ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് മഴയായി പെയ്തിറങ്ങും. The prayer that you have prayed ആത്മാവിന്റെ ചൂട് നീ പൊങ്ങുക. ഇപ്പൊ തന്നെ പിടിച്ചെടുത്തോ. ആത്മാവിന്റെ ചൂട് നീ പൊങ്ങി വരിക. ഇങ്ങനെ പുതിയ സീസൺ ആരംഭിക്കുന്ന, പുതിയ കാലഘട്ടം തുറക്കുന്നു കേട്ടോ. പുതിയ കാലഘട്ടം നീ നിന്നപ്പോൾ പുതിയ കാലഘട്ടം തുറന്നു. When you stand and obey, a new season opens. ശ്രദ്ധിച്ച്, നിന്നെ വൃത്തം വരച്ച് കെട്ടിയിട്ട് നീ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞിടത്താണ് നീ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ നീ പോലും അറിയാതെ ഉയർച്ചകൾ ഉണ്ടായി.
Where someone നീ ഉയരാൻ തുടങ്ങി. where someone had limited you, bound you, that is where you began to rise in the spirit. ദൈവം നിന്നെ പൊക്കിയെടുക്കും. നീ ചലിച്ചാൽ ദൈവം നിന്നെ പൊക്കിയെടുക്കും. If you move, God will lift you. നീ ഭൂമിയിലേതൊന്ന് വിട്ട്, പൗലോസ്ലീഹ പറയുന്നത് കേട്ടില്ല, നീ ഭൂമിയിലേത് വിട്ടിട്ട് ഉയരത്തിലേത് അന്വേഷിച്ചാൽ ഉയരത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. If you leave the things of the earth and seek those things that are above, the power of heaven will begin to work on you. ഇപ്പം തന്നെ വ്യാപരിക്കട്ടെ. നീ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിനക്ക് ഉറക്കക്ഷീണം വരുന്നുണ്ടായിരിക്കാം, നിനക്ക് ആമേൻ ഹല്ലേലൂയ കേൾക്കുമ്പോൾ പിടികിട്ടുന്നില്ലായിരിക്കാം, എങ്കിലും പറ പരിശുദ്ധാത്മാവാകും ദൈവമേ എന്തോ ഒന്ന് ചലനം നടക്കാൻ ആഗ്രഹിക്കുകയാണല്ലോ, ആമേൻ എന്റെ മേൽ അത് പൈതിറങ്ങട്ടെ, എന്റെ മേൽ അത് വന്ന് ഭവിക്കട്ടെ. Even now desire that this will rain upon you. Even if you are tired, let the Holy Spirit rain. ദൈവശക്തി വ്യാപരിക്കട്ടെ. Let the power ദൈവശക്തി വ്യാപരിക്കട്ടെ. Let the power of God. ഉയരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Power from ഉയരത്തിലെ വ്യാപരിക്കട്ടെ. Let the power അവൻ നിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, അവൻ നിന്റെ രോഗബന്ധനങ്ങൾ അടിയട്ടെ, അവൻ നിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. all your chains of sickness be broken. നിന്റെ ഭവനത്തിന്റെ മേൽ ആരോ പറഞ്ഞിട്ടിരിക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ. The bondage of curse be broken in your life. ഓ, നീ ഒരു പുതിയ കാലഘട്ടം തുറക്കുന്ന വ്യക്തിയായി മാറുക. Let a new season open before you this morning. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വാകളെ തുറന്ന് ദൈവത്തിന്റെ മഹത്വം കരയറ്റി. That you are going to experience a new season. Open your mouth, you're going to experience a new season. Tell the Lord that I want to experience that new season. ആ പുതിയ കാലഘട്ടം എനിക്ക് വേണ്ടി തുറക്കട്ടെ. Let the new season open before പുതിയ തുറക്കട്ടെ. New thing open before you. എന്താ കാര്യം എന്നറിയാം, എന്താ കാര്യം എന്നറിയാം, ഇപ്പൊ എന്താ പ്രവർത്തിക്കുന്നതിന്റെ അറിയാം, കൃപയാൽ. By faith. കൃപയാൽ നിന്റെ അകത്തെ വിശ്വാസം നീ ഒന്ന് ആമേൻ ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കിട്ട് പറ, ആ കാറ്റൊന്ന് വീശട്ടെന്റെ മേല്, ആ കാറ്റൊന്ന് വീശട്ടെന്റെ മേല്, ആ കാറ്റിനാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. Let that wind blow upon me, with that wind let that faith increase in me. നമുക്കിത് പാടാൻ ഭയങ്കര എളുപ്പം. ഒന്നുമില്ലായ്മയിൽ നിന്നെ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. It's easy to sing that you raised me out of nothing. എന്താന്ന് അറിയാം, നമ്മുടെ വിചാരം നമ്മുടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നാ. Because we think that we have something. സ്വർഗത്തിൽ ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഒന്നും ഇല്ലാത്തോണ്ടാണ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. When God looks at us, we have nothing. That's why He still works. കാര്യം അവൻ വിരിച്ചൊരുക്കിയിരിക്കുന്ന മാളികയൊക്കെ വിട്ട് നീ പിന്നെ മുമ്പോട്ട് പോയെന്നോ. You have gone ahead of the place that God has prepared for കർത്താവ് you. പറയാ, നിനക്ക് പരിചയമില്ലാത്ത ഒരുത്തനെ ഞാൻ നിർത്തിയിട്ടുണ്ട്, അവൻ നിനക്കെതിരെ. കാര്യം നീ ക്രോസ് ചെയ്ത് പോയി. You have already crossed over. You have to come back. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി നീ മുമ്പോട്ട് പോയി. വയസ്സെത്രയായി? What is your അപ്പൊ നമ്മൾ പറയാ 70-80 എന്റെ പ്രശ്നമല്ല. നീ എപ്പം എന്നിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നോ അന്നേരം നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കും. The moment you begin to look to me, I will renew you like the eagle. നമ്മൾ പറയാ പ്രായം. കർത്താവ് പറയാ, ഞാൻ ഒരുത്തനെ മുന്നമേ അയച്ചിട്ടുണ്ട്, അവന്റെ പേര് യേശുവ. I have sent somebody and his name is Jesus. നിനക്ക് പരിചയമില്ല, അവന്റെ പേര് യേശുവ. The one whom you are familiar with, his name is Jesus. അവനൊരു കുടം വെള്ളം കൊണ്ടാ വരുന്നത്. എന്നറിയാം, നീ ദാഹിച്ചു വലഞ്ഞ് നിനക്ക് ജീവിതത്തിൽ ഒരു ഗതിയും കിട്ടാതെ നീ നടക്കുമ്പോൾ അവൻ ജലം കാണിക്കുകയാണ്. ജീവജലം ഞാൻ തരും. അവൻ എന്നിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ പാനം ചെയ്യുന്നവൻ ഒരു നാളും വിശക്കത്തില്ല, അവൻ ഒരു നാളും ദാഹിക്കത്തില്ല. And the man who's coming against you, Jesus, carrying a pitcher of water. എല്ലാ ദിവസവും നിനക്ക് പരാതികളാ. Every day you're complaining. പരാതി. നിന്റെ പരാതികൾ തീരട്ടെ. Let your complaints come to an end. പരാതികൾ തീർക്കുന്നവനായി ഇവൻ. He is the one who puts an end to your complaints. ഞാൻ രണ്ട് വാക്ക് പറയാം. പരാതിയും തീർക്കും, നിന്റെ പരാധീനതയെ മാറ്റുന്നവനെ. He puts an end to your complaints and your troubles. നിനക്ക് പരാധീനത, അതുകൊണ്ടാണ് നിനക്ക് പരാതി ഉയരുന്നത്. You have troubles, that's why you're complaining. ഇവൻ ആരാന്നറിയോ? പരമോന്നതൻ. He is a great one. മറ്റൊരു വാക്കൂടെ ഞാൻ പറയാം, പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്നവൻ. Blesses you without limits. അവനെ വഴി വെച്ച് നീ കണ്ടുമുട്ടിയോ?
Have you met him on ഈ the യാത്ര, way? ഈ വിശ്വാസത്തിന്റെ യാത്ര നീ അവനെ കണ്ടുമുട്ടിയോ? Have you met him അവന്റെ on the കയ്യിലിരിക്കുന്ന way? എന്താണെന്നറിയാമോ? അവന്റെ കയ്യിലിരിക്കുന്ന നിന്റെ ദാഹം തീർക്കുന്നത്. He has something in his hand that quenches your thirst. അപ്പൊ നമ്മൾ പറയാ എന്റെ കയ്യിലുണ്ട് മിനറൽ വാട്ടർ ഉണ്ടെന്ന്. And നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാം, നമ്മൾ ഓൾറെഡി വെള്ളമൊക്കെ കരുതിയാ നടക്കുന്ന. മിനറൽ വാട്ടർ ഉണ്ട്. you don't need his water because you're already carrying mineral water. കർത്താവ് പറഞ്ഞു, നിന്റെ മിനറൽ വാട്ടർ, നിന്റെ കിണറൽ വാട്ടർ കുടിച്ചാൽ നിനക്ക് അന്നേരത്തെ ഇതേ തീരത്തുള്ളൂ. പക്ഷെ ഞാൻ തരുന്ന, അതാ ശമര്യക്കാരത്തി സ്ത്രീയോട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നീ ഒരു നാളും ദാഹിക്കത്തില്ല. Jesus says, if you drink your mineral water, you will thirst again. If you drink of the water that I give you, you shall never thirst. കർത്താവിന് ചില കാര്യങ്ങൾ കർത്താവിനറിയാം. സി, നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യുക. Often we limit God. അതുകൊണ്ട് യോഹന്നാൻ 14 അധ്യായത്തിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സംഭവമാണ് വിഷയം വരാൻ പോകുന്നത്. ഈ സംഭവം വിഷയം വരാൻ പോകും. വിരിച്ചൊരുക്കിയിരിക്കുന്ന മാളിക ഇവർ കാണും. They are going to കാണും, see a ഇവർ room കാണും. that is already കാര്യം അവരുടെ prepared. ജീവിതത്തിൽ അവർ കാണാത്ത വണ്ണം ഭംഗിയുള്ള മാളിക വിരിച്ചൊരുക്കി അലങ്കരിച്ചിട്ടിരിക്കുക. കാര്യം കുഞ്ഞാടിന്റെ പെസഹ, ആമേൻ ഹല്ലേലൂയ, അറക്കപ്പെടാൻ പോകുന്നവന്റെ പെസഹ നടക്കാൻ പോകുകയാണ്. അതിനകത്ത് അതിനുവേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ഡലത്തിൽ കയറിയ ഇവരുടെ ഹൃദയത്തിനകത്ത് ഭാരം ഉണ്ടാകും. A place that they had never seen before is prepared because the Passover of the Lamb is going to happen, and that is going to break their heart. ദൈവം കർത്താവ് മുന്നമേ സഞ്ചരിക്കുന്നവന്. അതുകൊണ്ടാ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാര്യം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യും. യേശുവിന്റെ കൂടെ നടന്നിട്ട് എനിക്ക് എന്നെ കിട്ടി, നോയിക്ക് എന്തോ വലിയ വീടാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നതിനെക്കാളും വലുതൊന്ന് ഒരുക്കി തരുവാൻ, ദൈവിക സമാധാനം തരുവാൻ, ഇതാ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. You might ask, what have I received walking with Jesus? But you're going to get something that is really the best. If you have done a walk by faith from here, you will go to Mount Ararat. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നിനക്കൊരു ട്രാൻസ്ഫർ ഉണ്ട്, നിനക്കൊരു ഉയർച്ച ഉണ്ടാകും. നീ ഇരിക്കുന്നിടത്ത് എന്നും നീ ഇരിക്കത്തില്ല. അതിനകത്ത് വിശ്വാസത്താൽ നീ ഉയർത്തപ്പെടും. There will be a transfer. You will not be in the same place. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആരൊക്കെ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത്? ഹല്ലേലൂയ. നീ ഇരുന്നിടത്ത്, ആമേൻ ഹല്ലേലൂയ, നിന്റെ ആത്മീക മണ്ഡലങ്ങളിൽ, നിന്റെ വിശ്വാസത്തിന്റെ മണ്ഡലങ്ങളിൽ നിനക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകും. നീ ഇരിക്കുന്നതിനേക്കാളും മെച്ചമായ രീതിയിൽ ദൈവം നിന്നെ പടുതുയർത്തും. If you believe there will be a transfer spiritually, God will elevate you to the next level. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വിചാരിക്കും വെറുതെ സമയം കളഞ്ഞു വിചാരിക്കും. You think that you've been wasting നമ്മൾ time. വിചാരിക്കും സമയം വെറുതെ കളഞ്ഞു. You think that you I wasted unnecessarily time. I spend lot of time by reading Bible, spending time in prayer. പ്രാർത്ഥനയിൽ എന്റെ സമയം കളഞ്ഞു. വെറുതെ വേദപുസ്തകം വായിച്ച് സമയം കളഞ്ഞു. I wasted my time reading the Bible. No. നിന്റെ അകത്ത് വരുന്നത് ഓരോന്നും, What comes to your mind? നിന്റെ അകത്ത് വരുന്ന ഓരോന്നും ഒരു ദിവസം വരാൻ പോകുകയാണ്. അത് ഇവാപ്രേറ്റ് ചെയ്ത് വേപ്പറായി ഉയർന്നിട്ട്, ഹല്ലേലൂയ, നീ ആഗ്രഹിച്ചതിലും, എഫേസ്യർ 3:20, നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തം പരമായി നിന്നെ നടത്തുന്ന ശക്തി വ്യാപരിക്കും. Whatever you have desired will rise up from within you. And as Ephesians 3:20 says, exceedingly abundantly above all you can ask or think. അതാ അവിടെ എഴുതിയിരിക്കും. കറക്റ്റ്. നിന്റെ അകത്ത് ആ ശക്തി ഇരിക്കുക. നിന്റെ അകത്ത് ആ ശക്തി ഇരിക്കുന്നു. That power is within നിന്റെ you. ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നീ ചിന്തിച്ചതിന്റെ മുകളിലേക്ക് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ട് പോകും. God will raise you to a level exceedingly abundantly above all you can ask or think, according to the power that works in you. ജീസസ് നെയിം. ഹല്ലേലൂയ. എന്ന് രാവിലെ അവൻ ആരെങ്കിലും അത് മനസ്സിലാക്കുന്നത് പറഞ്ഞ വിശ്വാസത്താൽ ഞാൻ മുന്നേറും. I will go ahead by faith. ആമേൻ. വിശ്വാസത്താൽ ഞാൻ മുന്നേറും. Go ahead by faith. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാൻ മുന്നേറും. I will go ahead by faith. കാരണം എന്നാന്നറിയാമോ? ആമേൻ ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ അത് പ്രാവർത്തികമാക്കുവാൻ മതിയായവനാകുന്നു. Because God is able to fulfill the word that He has given me. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe? കർത്താവ് എന്നോട് പറഞ്ഞത് അവന്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞ വാക്ക് അവൻ മാറ്റത്തില്ല. He is faithful to His word and He will not change His Praise word. God. Hallelujah. 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 Hallelujah.